കുറെ നീണ്ടു വന്ന് കിടക്കുന്ന ഈ പാതയിലൂടെ യാത്ര ചെയ്ത അവസാനം ഈ യാത്ര ഒരു സ്ഥലത്ത് അവസാനിച്ചു. അവിടെ ചെന്നപ്പോൾ യാത്രയുടെ വഴി രണ്ടായി പിരിയുകയാണ്. ഒന്ന് ഇടത്തോട്ട്, മറ്റൊന്ന് വലത്തോട്ട്. നമ്മുടെ വാഹനം അവിടെ നിർത്തി. സാധാരണയായി ഒരു പാത വന്ന് രണ്ടായി പിരിയുന്നെടുത്ത് ഒരു ബോർഡ് ഉണ്ടാവും, ആരോ മാർക്ക് ഉണ്ടാകും. ഇടത്തോട്ട് പോയാൽ എങ്ങനെ പോകണം, വലത്തോട്ട് പോയാൽ ചമ്രവട്ടം പാലം കഴിഞ്ഞാൽ വലത്തോട്ട് പോയാൽ ചമ്രവട്ടം പാലത്തിലോട്ട് വലത്തോട്ട് വന്നു വളാഞ്ചേരി കുറ്റിപ്പുറം. ഇടത്തോട്ട് പോയാൽ അറിയത്തില്ല, എങ്ങോട്ടേലും പോകാം. അപ്പൊ അതേപോലെ ആ വഴി തിരഞ്ഞെടുത്ത് രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. സാധാരണ പോലെ സ്ഥലത്തിന്റെ പേര് വേണ്ടിയിട്ടുണ്ട്. നമ്മൾ എത്തിച്ചെന്ന സ്ഥലത്ത് ഈ യാത്രയിൽ ഞാനുമുണ്ട്, നിങ്ങൾ ഓരോരുത്തരുമുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളടക്കം ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്. യാത്രയിൽ പുറകെ പോകുന്നുള്ളൂ. നമ്മൾ വാഹനം നിർത്തി എവിടേക്കാണ് പോകേണ്ടത് എന്ന് മുൻകൂട്ടി ഒരു തീരുമാനമില്ല. എവിടേക്ക് പോകണമെന്നറിയാൻ ആ പോകേണ്ട സ്ഥലത്തിന് ആരോ മാർക്ക് നോക്കി സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേര് ഞാൻ അവസാനം പറയാം. പക്ഷെ അസാധാരണമാവിധം ആ ബോർഡിൽ പോകുന്ന പാതയെ കുറിച്ചുള്ള വിവരണങ്ങളും ആ സ്ഥലത്തെ കുറിച്ചുള്ള വിവരണങ്ങളും അസാധാരണമാവിധം എഴുതിച്ചിട്ട് നമ്മൾ പോകുന്ന റോഡിൽ ഇടത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ പോയാൽ ഏറ്റവും സുന്ദരമായ പാതയാണ്. കുണ്ടുകളില്ല, കുഴിവുകളില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഒരു വാഹനത്തെ കയറി ചാരി കിടന്നാൽ സുന്ദരമായി പോകാൻ കഴിയുന്ന വളരെ സുന്ദരമായ റോഡാണ്. നിങ്ങളുടെ റോഡ് മാതിരി അല്ലാതെ കരുതി നേരെ പോകുന്ന റോഡ്, കുണ്ടുകളില്ല, കുഴിവുകളില്ല. അതിനെ പോയാൽ ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളടുത്ത് കിടന്നുറങ്ങാം, ഇഷ്ടമുള്ളത് ചെയ്യാം, ചോദിക്കാൻ ഒരാൾക്ക് ഒരു നമ്മുടെ മുമ്പിൽ വരില്ല. ആ പാതയിലൂടെ പോയാൽ നിയമങ്ങളില്ല, നിരോധനങ്ങളില്ല, ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സ് ശരീരവും എന്താണോ ആഗ്രഹിക്കുക ആ ആഗ്രഹിക്കുന്നത് മുഴുവനും ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആഗ്രഹിച്ച ശരീരവും മനസ്സും ചെറുപ്പക്കാര ഭാഗത്തിൽ പറഞ്ഞാൽ അടിച്ചു പിടിച്ചു പോകാൻ പറ്റുന്ന പാത. പക്ഷേ എഴുതിയിരിക്കുന്നു ഇത്ര നല്ല യാത്രയാണെങ്കിലും ഇത്ര നല്ല റോഡാണെങ്കിലും ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഏറ്റവും അഗാധമായ ഒരു പടുകൊക്കയിലേക്കാണ്. പാമ്പുകളും തേടുകളും നാഗങ്ങളും തീയുമാളിക്കത്തുന്ന ഒരു പടുകുടിയിലേക്കാണ് യാത്ര പോയി അവസാനിക്കുക. ആ കുടിയിലേക്കെങ്ങാനും വീണുപോയാലും പിന്നീട് ജീവിതത്തിൽ എഴുന്നേറ്റ് തിരിച്ചു വരാൻ കഴിയില്ല. അത്രത്തോളം അതിഭീകരവും അതിദാരുണവുമായ ഒരു പടുകുടിയിലേക്കാണ് ഈ സുന്ദരമായ റോഡാണെങ്കിൽ ചെന്നെത്തുന്നത്. അവിടെ വലതുഭാഗത്താണ് എന്താ കുറച്ചുപേരവിടെ നിൽക്കുന്നുമാണ്. ശബ്ദം ഉണ്ടാക്കുന്നില്ല. എനിക്ക് എന്റെ വാർത്ത പറയാം, ആ ഒരു തടസ്സം എനിക്ക് കിടക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ അമ്പാടൊന്നും വേണ്ടില്ല. സദസ് അച്ചടക്കത്തോടെ വേറെ ഒരു പ്രശ്നം എനിക്ക് ആരോഗ്യമില്ല. യഥാർത്ഥത്തിൽ ഞാനൊക്കെ പ്രസംഗിക്കാൻ എനിക്ക് സുഖമില്ലാതായിട്ട് കുറെ നാളായി. ആരോഗ്യമൊന്നും എനിക്ക് പ്രശ്നമല്ല. നമ്മൾ മരിച്ചാൽ കിടക്കുന്ന മരിച്ച ശരീരത്തെ കൂടി കിട്ടും. ഇനി അവരുടെയൊക്കെ മുമ്പിൽ കിടന്ന് മരിക്കാൻ പറ്റിയ അതൊരു ഭാഗ്യം. പള്ളി കിടന്ന് മരിച്ചിട്ടുള്ളത് അതൊരു ഭാഗ്യം. പക്ഷെ സദസ് അച്ചടക്കണം അത്ര മാത്രം. അതൊന്നും നിങ്ങൾ ചെയ്തു തരാം. ഇനി നിങ്ങൾ പിരിവ് ചോദിക്കുമ്പോൾ പൈസ തന്നില്ല, അതും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഊറ്റി വാങ്ങിച്ചു. ആ സമയത്ത് രണ്ടാമത്തെ ആരോ മാർക്കിന്റെ നേരെ നോക്കിയപ്പോ അവിടെ എഴുതിയിരിക്കുന്നു ഇതിലെ പോകുന്ന പാത കുണ്ടുകളും കുഴികളും നിറഞ്ഞ ദുർഘടമായ പാത. സഞ്ചരിക്കാൻ ഒരു സുഖവും ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് മനസ്സിനും ശരീരത്തിനും ഒരു സുഖവുമില്ലാതെ കുണ്ടുകളും കുഴികളും മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു പാതയാണ് വലതുഭാഗത്തുള്ള പാത. അതിലെ പോയാൽ ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് തുറങ്ങാൻ കഴിയില്ല. അതിലെ പോയാൽ ധാരാളം നിയമങ്ങളുണ്ട്, നിരോധനങ്ങളുണ്ട്. പല നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്തിയിട്ടല്ലാതെ അതിലെ കടന്നു പോകാൻ കഴിയില്ല. വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്ര. പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്നു ഇത്രയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്രയാണെങ്കിലും അവസാനം ഈ ഭാഗ ചെന്നെത്തുന്ന സ്ഥലം ഒരൊറ്റ ദർശനം കൊണ്ട് തന്നെ അസ്വസ്ഥബാധിതമായ മനസ്സിന്റെ മുഴുവൻ വിഷമങ്ങൾ വിട്ടൊഴിയുന്ന, കണ്ടാൽ തന്നെ ഇതേവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും പറഞ്ഞു പോകുന്ന സുന്ദരമായ പൂവാടികളും ഉദ്യാനങ്ങളും വിടർന്നു നിൽക്കുന്ന പൂവുകളും മന്ദമാരി തന്നെ തലോടരത്തിട്ട് തട്ടിക്കളിക്കുന്ന പച്ചത്തത്തകളും പച്ചപ്പരവനാനി വരിച്ച പുൽമേടുകളും ആ പുൽമേടുകളുടെ താഴ്വാരത്തുകൂടെ സുന്ദരിപ്പെട്ടിന്റെ
പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടന്തലിൽ പതഞ്ഞാത്തിയൊടുക്കുന്ന കൊച്ചുരുവികളും ആ കൊച്ചരുവികളുടെ ഭാഗത്താകുന്ന നിൽക്കുന്ന സുന്ദര സൂനങ്ങളും രമ്യധർമ്മങ്ങളും ഒറ്റമുത്തിനാലുള്ള മാളികയും വൈദ്യുര്യവും രക്തങ്ങളും പിടിച്ചു മറിച്ചിട്ട ധാരാളം കളിസ്ഥലങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തൊരു മനുഷ്യനും ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഉദ്യാനത്തിലേക്കാണ് ഈ യാത്ര അവസാനിച്ചാൽ ചെന്നെത്തിച്ചേരുക. അവിടെ കയറിയാൽ തന്നെ ഇതേവരെ ചെയ്തു വന്ന എല്ലാ യാത്രയിലെയും ബുദ്ധിമുട്ടുകൾ അവൻ മറന്നു പോകുന്ന രീതിയിൽ ഇത്രയും സുന്ദരമായ ഒരു പുഷ്പോദ്യാനത്തിലേക്കാണ് വലതുഭാഗത്തേക്കുള്ള പാതയിലൂടെ യാത്ര ചെയ്താൽ എത്തിച്ചേരുക. ഇനി നിങ്ങളോടാണ് ചോദ്യം. നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് വാഹനത്തിൽ ബോർഡ് വായിച്ചു. ഇതിൽ ഏത് വഴിയിലൂടെ യാത്ര ചെയ്യാനായിരിക്കും നിങ്ങളുടെ താല്പര്യം? എങ്ങോട്ട് പോകാനാണ് നിങ്ങളുടെ താല്പര്യം? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഇടത്തോട്ടാണ്. എല്ലാവരും നമ്മൾ 15 വയസ്സിന് താഴെയുള്ളൂ ഉണ്ട്. നിനക്ക് ഇടത്തും വലത്തും ആയിട്ടില്ല. വിഷയം നമ്മുടെ അങ്ങനെയല്ല. ഇനി കുട്ടികളോട് അടങ്ങിയിരിക്കുക. നിങ്ങളുടെ ഭാഗത്തിന് മറുപടി ഉണ്ടാവണം. ഇടത്തോട്ട് പോകാനാണോ താല്പര്യം? വലത്തോട്ട് പോകാൻ വലത്തോട്ട് പോകാൻ നോക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഉറപ്പാണ്. കൈപ്പൊക്കിട്ട് പറഞ്ഞു വേറെ ഓർത്തിട്ടേ പറയാവൂ, ഉറപ്പിച്ചിട്ടേ പറയാവൂ. ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് തിന്നാൻ കഴിയില്ല, ഇഷ്ടമുള്ളടുത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അതിലെ പോയാൽ ഹറാമുകളുണ്ട്, ഹലാലുകളുണ്ട്, മുബാഹുകളുണ്ട്, കറാഹത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ശരീരത്തെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ടല്ലാതെ നിന്റെ ശരീരം ആഗ്രഹിക്കുന്ന ഒന്നും അതിനെ യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വായത്തമാക്കാൻ കഴിയില്ല. ഉറപ്പുണ്ടെങ്കിൽ കൈമുട്ടോ കുറച്ചൊക്കെ അള്ളാഹു നമ്മളെ നിങ്ങൾ നോക്കട്ടെ. വളരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടത്തോട്ടുള്ള ആരോമാർഗത്തിന്റെ താഴെ ഇരിക്കുന്നു. ഇതിനെ പോയ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. വലതുഭാഗത്തുള്ള ആരോമാർഗത്തിന്റെ താഴെ എഴുതിയിരിക്കുന്നു. ഇതിനെ പോയാൽ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗ്ഗം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന് ആമുഖമായി ഞാനിൽ വലിയൊരു നാടൻ കഥാശകലം പോലെ പറഞ്ഞെങ്കിലും ഞാൻ ഇതേവരെ പറഞ്ഞ ഈ ചെറിയ ഒരു സഞ്ചാര കഥ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തു സഹർ. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 2 ആയത്തുകളുടെ അർത്ഥമാണ് ഇതേവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 2 ആയത്തുകളുടെ അർത്ഥമാണിത്. അല്ലാഹു പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു السبيل إما شاكرا وإما كفورا. അല്ലാഹു പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന, ഓ മനുഷ്യ ഈ കാണുന്ന ആകാരത്തിനും രൂപത്തിനും ഭാവത്തിനും സൗന്ദര്യത്തിനും ജീവിക്കുന്ന മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എങ്ങനെയെന്നറിയോ? ആര് കണ്ടാല് തൊടാതെ വെക്കുന്ന, കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യക്തത കാണിക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് മനുഷ്യ നിനക്ക് ഞാൻ സൃഷ്ടിപ്പ് തുടങ്ങിയത്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ ജന്മമുണ്ടാകു തുടങ്ങുകയാ. പിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ വന്ന് അവിടെ നിന്നൊരു ദേവസ്കലത്തിൽ ഒട്ടിപ്പിടിച്ചു പിന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപാന്തരപ്പെട്ട് മോനെ ഒരു മനുഷ്യ ജന്മമായിട്ട് ഭൂമിയിലേക്ക് നിന്നെ ഞാൻ പ്രസവിപ്പിക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങുകയാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഏത് മനുഷ്യ കുഞ്ഞുകളിലേക്ക് വന്നാലും പിന്നീട് അവന്റെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങുകയാ. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാക്കബറാണ്. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാക്കബറാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീ തുടങ്ങുന്നത് നിന്റെ ജീവിതത്തിന്റെ യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞാൽ 15 വയസ്സ് വരെ
അതല്ലെങ്കിൽ മനുഷ്യ നിനക്ക് പ്രായബുദ്ധി എത്തുന്നത് വരെ നിന്റെ ജീവിതം ഒറ്റയടിപ്പാതയിലൂടെ സഞ്ചരിക്കുകയാ. അതാ ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റയടിപ്പാതയുടെ സഞ്ചാരം. അവിടെ നിനക്ക് തിരിഞ്ഞു നോക്കണ്ട. പ്രായബുദ്ധിയാകുന്നത് വരെ ഹറാമുകളില്ല, ഹലാലുകളില്ല, ഫർളുകളില്ല, സുന്നത്തുകളില്ല, മുബാഹുകളില്ല, കറാഹത്തുകളില്ല. നിന്റെ ജീവിതം നീ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രായബുദ്ധി എത്തുന്നത് വരെയുള്ള ജീവിതമാണ് ഒറ്റയടിപ്പാതയിലൂടെയുള്ള യാത്ര. അവസാന റബ്ബ് പറയുകയാ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ചിന്തിക്കാനുള്ള രണ്ട് ഹൃദയവും, ചിന്തിക്കാനുള്ള ഹൃദയവും, കാണാനുള്ള കണ്ണുകളും, കേൾക്കാനുള്ള ചെവികളും നിനക്ക് ഞാൻ തന്നിട്ട് സത്യവും അസത്യവും തിരിച്ചു തരാൻ പാകമെത്തിയപ്പോ ധർമ്മവും അധർമ്മവും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്ക് എത്തിക്കഴിഞ്ഞാൽ റബ്ബ് പറയുകയാണ്, അവിടെ വെച്ച് നിന്റെ ജീവിതയാത്രയുടെ വഴി രണ്ടായിട്ട് പിരിയുകയാ. ഇപ്പൊ നീ കൊച്ചുകുട്ടിയല്ല, ഇപ്പൊ നിന്റെ കൗമാരമല്ല, ഇപ്പൊ നിന്റെ ബാല്യമല്ല, ഇപ്പൊ നിന്റെ ജീവിതത്തിൽ രണ്ട് വഴി തെളിഞ്ഞ് കാണുകയാ. ആ വഴിയാണെന്ന് തെരഞ്ഞെടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ലാഹ് പറയുകയാണ്, മാനവാ മനുഷ്യ നിന്റെ മുമ്പിൽ ഈ വഴി രണ്ടായിട്ട് തിരിഞ്ഞു കിടക്കുന്നത് കാണുന്നില്ലയോ? ഏത് വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഇമ്മാ ശാകിറൻ വ ഇമ്മാ ഗഫൂറാ. രണ്ട് വഴിയാണ് നിന്റെ മുമ്പിൽ. ഒന്ന് ധർമ്മത്തിന്റെ പാത, മറ്റൊന്ന് അധർമ്മത്തിന്റെ പാത. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് അസത്യത്തിന്റെ പാത. ഒന്ന് ജ്യോതിസിന്റെ പാത, മറ്റൊന്ന് തമസിന്റെ പാത. ഒന്ന് വെളിച്ചത്തിന്റെ പാത, മറ്റൊന്ന് ഇരുട്ടിന്റെ പാത. ഒന്ന് അക്രമത്തിന്റെ പാത, മറ്റൊന്ന് സമാധാനത്തിന്റെ പാത. ഒന്ന് കൂരിട്ടിന്റെ പാത, മറ്റൊന്ന് പകൽ വെളിച്ചത്തിന്റെ പാത. ഒന്ന് കുഫറിന്റെ പാത, മറ്റൊന്ന് ഇസ്ലാമിന്റെ പാത. ഒന്ന് ഹക്കിന്റെ പാത, ഒന്ന് ഹക്കിന്റെ പാത, മറ്റൊന്ന് ബാത്തിലിന്റെ പാത. ഒന്ന് വിദേഹത്തിന്റെ പാത, മറ്റൊന്ന് സുന്നത്തിന്റെ പാത. ഒന്ന് സ്വർഗത്തിലേക്കുള്ള പാത, മറ്റൊന്ന് നരകത്തിലേക്കുള്ള പാത. എവിടേക്കാണ് പോകേണ്ടതെന്ന് ചിന്തിക്കേണ്ടത് നീയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഈ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ലോകങ്ങളുടെ കറാമത്തുകളുടെ മഹാനവരുടെ മക്കളുടെ മുന്നിലെത്തി നിൽക്കുമ്പോ ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം. എവിടേക്ക് സഞ്ചരിക്കണം? പെങ്ങളെ വേണമെങ്കിൽ നിനക്ക് സഞ്ചരിക്കാം. ഇടത്തോട്ടുള്ള പാതയിലൂടെ നിയമങ്ങളില്ല, നിരോധനങ്ങളില്ല, മുബാഹുകളില്ല, ഹറാമുകളില്ല, കറാഹത്തുകളില്ല. ഏത് ചെറുപ്പക്കാരുടെ കൂടെയും നിനക്ക് പോകാം. ആരോട് സംസാരിക്കാം, ഏത് വേഷവും ധരിക്കാം. നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, തല മറക്കണ്ട, നല്ലത് പറയണ്ട, നല്ലത് ചെയ്യണ്ട. എല്ലാം നിന്റെ മുമ്പിൽ സ്വാതന്ത്ര്യത്തിന്റെ പാടാ. പക്ഷേ നീ ചെന്നെത്തുന്നത് എവിടേക്കെന്നറിയോ? നരകത്തിന്റെ പാമ്പുകളുടെ മുമ്പിലേക്ക്. ഏറ്റവും വലിയ കോവൽ കണ്ണിയുടെ വലിപ്പമുള്ള ആളുകളുടെ വായിലേക്കാണ് നീ കടന്നു ചെല്ലുക. ജഹന്നമല് കാഫിരീന നുസുലാ يسربون من كأس كان ومزاجها كفورا. മോനെ നിന്റെ മുമ്പിൽ വഴിയുണ്ട്. ഒന്നുകിൽ നരകത്തിലേക്കുള്ള പാട. ആരോട് ഫോൺ വിളിക്കാം, ആരെയും കെട്ടിപ്പിടിക്കാം, ഏത് കാലവേളയും കേൾക്കാം, ഏത് ആവാസത്തിലും പോകാം, ഏത് മദ്യവും കുടിക്കാം. പക്ഷേ അതെല്ലാം വലത്തോട്ടുള്ള പാതയിൽ വേണോ തീരുമാനിക്കേണ്ടവൻ നീയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞു, നമ്മുടെ ഏവരുടെയും മുറിയിൽ രണ്ട് വഴികൾ സുവ്യക്തമാണ്. രണ്ട് വഴിയും സുവ്യക്തമാണ്. ഇഷ്ടമുള്ളതോടെ സഞ്ചരിക്കാം. പള്ളിയിലെ തദ്ദീപിന് നീ സ്വർഗത്തിലെ പാതയിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അള്ളാഹ്ക്ക് നിർബന്ധമില്ല. നബിയെ അങ്ങനെ ചിന്തിക്കണം. അള്ളാഹു ഹിദായത്ത് കൊടുത്തവന് മാത്രമേ ഈ സൗഭാഗ്യത്തിന്റെ വഴിയിലേക്ക് പോവുകയുള്ളൂ. പക്ഷെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുമ്പിൽ രണ്ട് വഴി ഞാൻ തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്, രണ്ട് വഴിയും വ്യക്തമാക്കി തന്നിട്ടുണ്ട്, എവിടെ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. പോകേണ്ട വഴി ഏത് എന്ന് തീരുമാനിക്കേണ്ടവൻ, പോകേണ്ട വഴി ഏത് എന്ന് തീരുമാനിക്കേണ്ടതാരാ? ഉമ്മൻചാണ്ടിയാണ്. പോകേണ്ട വഴി ആരെയെന്ന് തീരുമാനിക്കാൻ ഗവൺമെന്റ് അടുത്ത എല്ലാവരും ഈ വഴി കൂടെ തന്നെ പോകണം. ഉമ്മൻചാണ്ടി പറയൂല, അച്യുതാനന്ദനും പറയൂല, പിണറായിയും പറയൂല, ആരും പറയൂല. അത് തീരുമാനിക്കേണ്ടവനാരാ?
അത് ഗവൺമെന്റിന്റെ ഓർഡറോ പ്രതിപക്ഷത്തിന്റെ ഓർഡറോ അല്ല, ഇത് അവനവന്റെ ഓർഡറാണ്. അള്ളാഹു നല്ല വഴിയിലൂടെ പോകാൻ തൗഫീഖ് നൽകണം. ആമീൻ പറയും മനുഷ്യന്മാരെ. അത്രയും നല്ല കാര്യം പറഞ്ഞത്. നിങ്ങളെന്താ മാലി അറാഖ മുത്തഗയ്യറൽ വജ്ഹി, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? മുഖത്തിനൊരു പ്രസന്നതയില്ലല്ലോ. അള്ളാഹു നമ്മളെ നല്ല വഴിയിലേക്ക് എത്തിക്കട്ടെ. അപ്പൊ ഏതായാലും വലത്തോട്ട് പോകാൻ തീരുമാനിച്ചു അല്ലേ? ആണല്ലോ അങ്ങനെ തീരുമാനിച്ച ഒരാൾ നേരത്തെ കൈവക്കിയവരൊക്കെ ഒന്നുകൂടി അതുകൊള്ള ഇവര് മാത്രമേ ഉള്ളൂ. അതാദ്യം ഇവിടെ ചിക്കൂട്ടന്റെ കാര്യമില്ല. ഉള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ നോക്കി വേറെ ആരൊന്നും നോക്കട്ടെ. എല്ലാവരും കൂട്ടത്തിലാണ്. ഞാൻ പുറകോട്ട് നോക്കി ആരെങ്കിലും കഴിക്കാൻ പോക്കല്ല. എന്റെ കൂടെ ഇല്ല, ഇവിടെ ഉള്ളൂ. അള്ളാഹു സ്വർഗം വരെ എത്തിച്ചു തരാം. മുഖാത്തിലും അങ്ങും അള്ളാഹും യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഞങ്ങളുമുണ്ട് നബി അവസാനം വരെ എന്ന് പറയാൻ കഴിയുന്ന സഹാബത്തിന്റെ ഈമാനാണ് നമുക്ക്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വാഹനത്തെ അവിടെ വരെ പറഞ്ഞിട്ടുള്ളൂ. ഇറങ്ങി എല്ലാവരും ഇവിടെ വലതുഭാഗത്തോട്ട് ഇറങ്ങി നിന്നു. ഞാനുമുള്ള നിങ്ങളുമുണ്ട്. ആ വണ്ടിയിൽ ലേഡീസ് സീറ്റ് കുറച്ചുണ്ട്. അങ്ങനെ ലേഡീസും കൂടെ ഉള്ളതാണ്. ഷീ ടാക്സി അല്ല, ആണുങ്ങൾക്ക് വരാൻ പറ്റാത്ത ടാക്സി അല്ല. ഏതായാലും എല്ലാവരും കൂടി അവിടെ കുറെ കഴിഞ്ഞപ്പോൾ പോകേണ്ടത് സ്വർഗത്തിലേക്ക്. കുറെ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനം നിയന്ത്രിക്കുന്ന ആൾ വാഹനത്തിൽ കയറി. അപ്പൊ നോക്കിയപ്പോ കുറെ ആളുകൾ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ചാരിയിരിക്കുക. ആരൊക്കെ? എം എം മൊഹീദ്ദീൻ ഉസ്താദുണ്ട്, അഹമ്മദ് കബീർ വാക്കവിയുണ്ട്, പി കെ ഉസ്താദുണ്ട്. വലിയ ആളുകൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക. വാക്കവിയുണ്ട്. അപ്പൊ ആ വാഹനം നിയന്ത്രിക്കാൻ കൽപ്പിക്കപ്പെട്ട ആള് വന്നിട്ട് ചോദിച്ചു, എവിടേക്കാ? അപ്പൊ വാക്കവി വല്ല ഞെളിഞ്ഞിട്ട് വലിയ വാക്ക് പറയുന്ന ആളല്ലേ, ഹാഫിദല്ലേ, ഖുർആനൊക്കെ മനപ്പാടമാക്കിയ ആളല്ലേ. വാക്യം പറഞ്ഞു സ്വർഗത്തിലേക്ക്. എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക്. ചോദിച്ചു, സ്വർഗത്തിലേക്ക് പോകാൻ എന്താ കയ്യിലുള്ളത്? എന്താ ഉള്ളത്? പോക്ക് സ്വർഗത്തിലേക്ക്. പക്ഷെ എന്താ കയ്യിലുള്ളത്? ആരാ ചോദിക്കാമെന്നരാരാ? സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനത്തിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട ആളാരാ? ആ ആളാരാണ്? മലയാളത്തിന്റെ സാഹിത്യകാരൻ എംപി പറഞ്ഞ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ കടന്നു വന്ന് ക്ഷണിക്കപ്പെടാത്ത അതിഥി കാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ. കാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വന്നിട്ട് ചോദിക്കുക, എവിടേക്കാ പോകേണ്ടത്? എവിടേക്കാ? അല്ലദീന തതവഫാഹുൽ മലായികത്തു തയ്യിബീൻ. നാളെ മരണസമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ ചാരത്ത് വരുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? സഹോദരങ്ങളെ, അസ്റായീൽ വന്നിട്ട് ചോദിക്കുകയാ, എവിടേക്കാ പോകേണ്ടത്? സ്വർഗത്തിലേക്കാണ് അഹ്മദ് കബീർ മറുപടി പറഞ്ഞാൽ. കാരണം ഞാൻ മുഹീദ്ദീൻ ഉസ്താദിനെ പറയുന്നില്ല, ആരെയും പറയുന്നില്ല. കാരണം ഇക്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പരമദരിദ്രൻ ഞാനാ. ആഖിറത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പരമദരിദ്രൻ ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറയുക, എവിടേക്കാ? സ്വർഗത്തിലേക്കാ. ആ സ്വർഗത്തിലേക്ക് പോകാൻ എന്താണ് എന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കൊടുക്കാൻ എന്റെ പോക്കറ്റിലേക്കൊന്ന് കൈയിട്ട് നോക്കിയാൽ എന്താ കയ്യിലുണ്ടാവുക? മേരി ആഖാ ഗരീബോങ്കി വാലി യാ കരൂ മേരെ ജോലി ഖാലി. മേരി ആഖാ ഗരീബോങ്കി വാലി യാ കരൂ മേരെ ജോലി ഖാലി. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോ മേരി ജോലി ഖാലി. എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ്. എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ്. പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ എന്താ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോ, ഈ 36 വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. 60 വർഷം കഴിഞ്ഞവരെ, 40 കഴിഞ്ഞവരെ, 20 കഴിഞ്ഞവരെ, ഒരായുസ് മുഴുവന് പടച്ചറപ്പി ഭൂലോകത്തിന്റെ പുറന്തലിയുടെ മുകളിൽ ആയുസ്
വന്നിട്ട് നാളെ മരിക്കുന്ന സമയത്ത് അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ എന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോ ഇന്നത്തെ ഉറൂസിന് എനിക്ക് പറയാറൊന്ന് മാത്രമേ ഉള്ളൂ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് പോകുമ്പോ കാത്തിരുന്ന സ്വർഗമില്ലേ, ആഗ്രഹിച്ച സ്വർഗമില്ലേ, ആ സ്വർഗത്തിലേക്ക് കടന്നില്ല. ഒന്നും നമ്മുടെ കയ്യിലില്ലാതെ രണ്ട് കൈയും മലത്ത് നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ എല്ലാ ദിവസവും പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന നമസ്കാരത്തിന് വേണ്ടി പെരുമ്പടപ്പ് പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിൽ വന്നിട്ട് എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാറില്ലേ, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിൻക സലാം വഇലൈക യർജിഉസ് സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക യാ റബ്ബനാ ദാറസ്സലാം. നേരവും 5 നേരവും പടച്ചറപ്പിനോട് അർത്ഥമറിഞ്ഞോ അറിയാതെയോ ചോദിച്ചതെന്താ? അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, വമിൻക സലാം സമാധാനം മടങ്ങുന്നത് നിന്നിലേക്കാണ്, വഇലൈക യർജിഉസ് സലാം സമാധാനം നിന്റെ സന്നിധാനത്താണ് തമ്പുരാനെ. അതുകൊണ്ട് നിന്റെ മുമ്പിൽ അട്ടാകെ പ്രണാമം ചെയ്ത് സുജൂദ് ചെയ്തിട്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്, റഹ്മതിക യാ റബ്ബനാ ദാറസ്സലാം. നാളെ ദാറുസ്സലാം എന്ന പേരുള്ള സ്വർഗത്തിന്റെ ഭവനം എനിക്ക് നൽകണേ അല്ലാഹ് എന്ന് പടച്ചറപ്പിനോട് ചോദിക്കുന്ന നമ്മൾക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ, അവസാനം ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? ഇന്ന് വാക്കവി പറയുന്നത് അതിനെ കുറിച്ചാ. ഒരു വലിയ പ്രഭാഷണം നടത്താനല്ല, ഒരു വലിയ വചന പ്രഘോഷണം നടത്താനല്ല. ഇന്നിവിടെ തടിച്ചുകൂടിയ ആണിനും പെണ്ണിനും നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു ചെറിയ ഏറ്റവും വലിയ കുമാരമല്ല, സ്വർഗത്തിലേക്കുള്ള ഒരു മിനിമം ടിക്കറ്റെങ്കിലും കയ്യിലുണ്ടാവണം. അതിനെന്തിനാ സ്വർഗം കിട്ടുന്നത്? എങ്ങനെയാ? ആർക്കാ സ്വർഗം കിട്ടുന്നതാർക്കാ? ആർക്കാ സ്വർഗം കിട്ടുന്നതാർക്കാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ സമ്പത്തുള്ളവനാ സ്വർഗം കിട്ടേണ്ടതെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടിപതികളാ പടച്ചറപ്പിന്റെ സ്വർഗം കിട്ടേണ്ടതെങ്കിൽ ആ സ്വർഗം കിട്ടേണ്ടതാർക്കാ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇന്ന ഖാറൂന കാന മിന ഖൗമി മൂസാ, തന്റെ സ്വർണത്തിന്റെ കൂമ്പാരം സൂക്ഷിച്ച ഖജനാവിന്റെ താക്കോല് തുറക്കുന്ന താക്കോലിന്റെ കൂമ്പാരങ്ങൾ ചുമക്കാൻ ആയിരക്കണക്കിന് ഒട്ടകങ്ങളെ ഖജനാവിന്റെ താക്കോൽ ചുമക്കാൻ വേണ്ടി നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനായ ഖാറൂനല്ലേ സ്വർഗം കിട്ടേണ്ടത്. ആ ഖാറൂനന് സ്വർഗം കിട്ടിയില്ലല്ലോ, ആ ഖാറൂനന് സ്വർഗം കിട്ടിയില്ലല്ലോ. ഏറ്റവും വലിയ സ്വർഗം കിട്ടുന്നതാർക്കാ? ഞാനെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, സ്വർഗത്തെ സൃഷ്ടിച്ച റബ്ബ് പറയുകയാ, 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ. ആർക്കാ സ്വർഗം കിട്ടുക? പണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഖാറൂനന് കിട്ടണം. ഇന്ത്യയിൽ ആർക്കെങ്കിലും സ്വർഗം കിട്ടണമെങ്കിൽ അത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു മാസം 980 കോടി രൂപ വരുമാനമുള്ള മുകേഷ് അംബാനിക്കും അനിൽ അംബാനിക്കുമാണ് സ്വർഗം കിട്ടുന്നത്. കിട്ടേണ്ടത് ഹിദായത്തില്ലാത്ത കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. സ്വർഗം കിട്ടേണ്ടത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കിട്ടേണ്ടത് ആർക്കാ? ഉമർ അൽഗാലയ്ക്കാണ്, ഉമർ ബോർഗൻ അൽഗാലയ്ക്കാണ്. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്വർഗം കിട്ടേണ്ടത്. പക്ഷെ ഇതൊന്നുമല്ല. അല്ലാഹ് പറയുന്നു, 2 കാര്യങ്ങൾ നിങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. ആ 2 കാര്യങ്ങളാണെന്ന് നമ്മൾ പറയുക. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. എന്തൊരു മനുഷ്യന്മാരാ സ്വർഗത്തിൽ പോകാൻ 2 കാര്യം പറഞ്ഞാൽ. അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ കയ്യിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നിസ്സംഗതയോടെ നോക്കിയിട്ടുണ്ട് കൗമിനെ. ഞാൻ എന്താ പറയുന്നത്? ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണ്, ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണ്. അതിൽ ഒരച്ചാൽ പിന്നെ പോണടുത്തൊക്കെ പോകാം. ഇത് അതിനേക്കാളും ഒരു അത്ഭുത വിളക്കാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോവുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇല്ലത്തിന്റെ മോളിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് മാറിയിരുന്ന് എങ്ങനെ എന്റെ പൊന്നു മനുഷ്യന്മാരെ? 2 കാര്യങ്ങൾ അത് ചെയ്താൽ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള ഒരു മിനിമം ടിക്കറ്റ്, അത് മാത്രം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന
മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹും ജന്നാ. അല്ലാഹ് പറയുകയാണ് ഇന്നല്ലാഹ ഇശ്തറാ അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ഉറപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ പ്രത്യേകത അല്ലാഹു നമ്മളോട് കച്ചവടം ഉറപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? ഉണ്ട്. അല്ലാഹു നമ്മളോട് കച്ചവടം. ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെ ഇന്നല്ലാഹ ഇശ്തറാ അല്ലാഹു വിലക്ക് വാങ്ങിക്കുക. ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം. നമ്മുടെ കച്ചവടം മാതിരി നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നന്നായിട്ട് ചെയ്ത ആളുകളാണല്ലോ നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ നല്ല കച്ചവടക്കാരാക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല കച്ചവടക്കാരാക്കട്ടെ. ഇന്നല്ലാഹ ഇശ്തറ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കച്ചവടം ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് തന്നാൽ പകരം ബിഅന്ന ലഹുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം തരാം. ഇത് വല്ലാത്ത ആയത്താണ്. ഇത് വല്ലാത്തൊരായത്താണ്. ഖുർആൻ പഠിക്കണം. ഇതൊരു വല്ലാത്ത ആയത്താണ്. ഇന്നല്ലാഹ ഇശ്തറ അല്ലാഹു വിലക്ക് വാങ്ങുക. രണ്ട് കാര്യം ഖുർആന്റെ കച്ചവടമാണ്. രണ്ട് കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ പറയുമല്ലോ 10 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ തന്നാൽ എന്റെ തൃശ്ശൂര് കാണുന്ന പോപ്പിലാൻഡ് ടവർ 10 ലക്ഷം കിട്ടില്ല. 16 കോടി തന്നാൽ അത് ഞാൻ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേരിൽ എഴുതി തന്നു. അതാണ് കച്ചവടം. താഴെ 2 സാക്ഷികൾ ഉണ്ടാവും. ഇന്ന് 2 സാക്ഷികൾ ഒപ്പ്. അതേ എഗ്രിമെന്റ് ആണ് സ്വർഗത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നമ്മോട് പറയും. നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ നമ്മൾ എഗ്രിമെന്റ് എടുത്തിട്ട് അതിനകത്ത് ഒപ്പിടൂല്ലേ? നമ്മൾ നല്ലൊരു ഐസ് കച്ചവടക്കാരൻ, റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകളുടെ വസ്തു നല്ല ഐസ് കച്ചവടക്കാരൻ വസ്തു എഴുതുമ്പോ ഞാൻ ഇത് തന്നാൽ ഇത് പകരം തന്നേക്കാം. താഴെ 2 സാക്ഷികൾ. അള്ളാഹ് പറയുക 2 കാര്യം നിങ്ങൾ എനിക്ക് തന്നാൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം അത് നൈനിറ്റാളല്ല, ലോസ് ആഞ്ചലസ് അല്ല, ചിറാപുഞ്ചി അല്ല, ഷിംലയല്ല, കാഠ്മണ്ഡു അല്ല, ബിഅന്ന ലഹുൽ ജന്ന, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു അല്പം തരാം. സാക്ഷിയോ വഅദന അലൈഹി ഹഖൻ ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. ഖുർആനും ഇൻജീലും തൗറാത്തും അതിന് സാക്ഷിയാണ്. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വാക്ക് കൊടുക്കണം. 2 പറഞ്ഞാൽ ചെയ്യൂ. 1 2 കാര്യം ചെയ്യൂ. ചെയ്യോ എന്നാൽ ആദ്യം കൊടുക്കേണ്ട കാര്യം തന്നെ ഇൻഷാല്ലാ പറയാം. ഇപ്പൊ സ്വർഗത്തിലോട്ട് പോകാൻ എത്ര പേര് കൈവക്കി ഒരു താത്തു ഇൻഷാല്ലാ. 2 സാധനം. ഒന്നാമത്തേത് അല്ലാഹു പറയുകയായി നിങ്ങളുടെ സ്വന്തം ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി കൊടുക്കുക. സൗന്ദര്യത്തോടെ നീ കാത്തുവച്ചിരിക്കുന്ന നിന്റെ ശരീരമില്ലേ, ഈ ശരീരം നീ പുട്ടിവെച്ച് വെച്ച നിന്റെ ശരീരം, ഒടുക്കത്തെ മോഹത്തിന്റെ കുടീരമായി ശരീരം, നിന്റെ കയ്യും കാലും നിന്റെ ചുടുരക്തവും അല്ലാഹുവിന്റെ സ്വർഗത്തിന് പകരമായി കൊടുക്കുക. ഒന്നാമത്തെ കാര്യം നിന്റെ ഈ ശരീരത്തെ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുക. പറ്റുമോ? കയ്യും കാലും ഒക്കെ മുറിക്കപ്പെടണം, രക്തം താഴോട്ട് ഒഴുകണം, ശരീരത്തിന്റെ മുഴുവനും ബദറിന്റെ രണാന്തരത്തിൽ ബദരീങ്ങള് ഷഹീദുകളായതുപോലെ നിന്റെ ഈ ശരീരം ഇപ്പം മരിക്കേണ്ടി വന്നാൽ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, കാമുകിക്ക് വേണ്ടിയല്ല, ഇപ്പം മരിക്കേണ്ടി വന്ന റബ്ബിന്റെ ദീനിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഇപ്പം മരിക്കും. നിന്റെ ഈ ശരീരം അള്ളാഹ്ക്ക് അങ്ങോട്ട് കൊടുക്കണം. പറ്റുമോ കൊടുക്കാൻ? പറ്റണവരൊക്കെ ഒന്ന് കൈ വെക്ക് നോക്കട്ടെ. ചുമ്മാ കൈ വെക്കാൻ മനുഷ്യനെ കളിപ്പിക്കാൻ. നിങ്ങൾ മുത്തക്കിങ്ങൾ തന്നെ ഈ സുന്ദരമായ ശരീരം നല്ല കാവേരിയൊക്കെ തേച്ച് നരച്ചു പോയപ്പോ ഇന്ദുരേഖ തേച്ച് പിന്നെ അത് കറുപ്പിച്ച് അവസാനം പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോ പൗഡർ തേച്ച് അത് തികയാന്നിട്ട് പിന്നെ കുഴച്ചിട്ട കുഴിയൊക്കെ പുട്ടിയിട്ട് അടച്ച് നല്ല സുന്ദരമായി വെച്ചുകൊണ്ട് നടക്കുന്ന ആണിനോട് ശമ്പളവും പെണ്ണിനോട് വയസ്സും ചോദിക്കാൻ പാടില്ലെന്നാണ് പ്രമാണം. വയസ്സ് ചോദിച്ചാൽ തന്നെ ഒരു 35 കഴിഞ്ഞൊരു പെണ്ണിനോട് വയസ്സ് ചോദിച്ചാൽ പിന്നെ പെണ്ണെന്ന് പറയില്ല. ഒരാൾക്ക് പെണ്ണ് ചോദിച്ചു നിനക്ക് ഇപ്പൊ എത്ര വയസ്സായി? 30 കഴിഞ്ഞാൽ പിന്നെ അവള് വയസ്സ് പറയും. അപ്പൊ അവളേക്ക് നിന്റെ ഭർത്താവ് വരാറായ വിഷയം വേറെ അവസ്ഥയിലേക്ക്. ഇത്രയും സുന്ദരമായി വച്ചിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ
അവർക്ക് സ്വർഗമുണ്ട് എന്ന വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാൽ ആ കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് സ്വർഗം നമ്മുടെ വെളിപ്പാടകരെ എത്തി നിൽക്കുമ്പോ, അതുകൊണ്ടാണല്ലോ ഉഹദിന്റെ രണാങ്കണത്തിലും ബദറിന്റെയും ഹുനൈനിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും രണാങ്കണത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ തങ്ങളുടെ ശരീരത്തെ രണാങ്കണത്തിലേക്ക് കൊടുക്കാൻ തയ്യാറായ സഹാബത്തുകളാണ്. ഉഹദ് യുദ്ധം നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് നേരെ അമ്പുകൾ പാഞ്ഞു വരികയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് നേരെ അമ്പുകൾ പാഞ്ഞു വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ നേരെ കയറിയിട്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മുത്തായ നബിയുടെ ശരീരത്തിൽ ഒരു രക്തത്തുള്ളി പൊടിയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ആ ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ നെഞ്ചിന് നേരെ എഴുന്നേറ്റ് നിന്നിട്ട് പാഞ്ഞു വരുന്ന അസ്ത്രങ്ങൾ മുഴുവൻ തന്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി. ആർക്കു വേണ്ടിയാ? ലോകത്തിന്റെ വെളിച്ചത്തിന് നേരെ പാഞ്ഞു വന്ന അമ്പുകൾ മുഴുവനും സ്വന്തം ശരീരത്തെ പരിധിയാക്കി വെച്ചിട്ട് നെഞ്ചകത്തിന്റെ ഉള്ളിലെ കമ്പുകൾ തുറച്ചു കയറുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷിക്കാൻ വേണ്ടി 16ഓളം വരുന്ന സഹാബത്തുകളെ ഷഹീദായി. അവസാനം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുടിയിലേക്ക് മറിഞ്ഞു വീഴുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ഖുറൈശികൾ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് മരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് നോക്കുമ്പോ കുടിയിൽ വീണ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ആ സമയത്ത് സഹാബത്ത് മുഴുവനും മാനസിക പരാതി ഏറ്റുവാങ്ങി. വതൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായോ. വാള് വലിച്ചെറിഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ സഹാബത്ത് നിരാശരായിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന വ്യാജ വാർത്ത കേൾക്കുമ്പോ പെണ്ണിലിരുന്ന പെണ്ണുങ്ങൾ വന്നിട്ട് ചോദിച്ചില്ല, സഹാബ ഭർത്താക്കന്മാരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരാജയത്തിലേക്കുന്നത്? ഹബീബായ നബി തങ്ങൾ മരിച്ചു പോയെങ്കിൽ ഇനി ആർക്കു വേണ്ടിയാണ്? ഹബീബായ നബി തങ്ങൾ മരിച്ചു പോയെങ്കിൽ ഇനി ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ജീവിതം? ഈ ശരീരം എന്നേക്ക് സമർപ്പിച്ചെന്ന് പറഞ്ഞിട്ട് റസൂലില്ലെങ്കിൽ ഈ ഭൂമിയെ ജീവിച്ചിട്ട് കാര്യമെന്താ? സഹാബത്ത് പിടിച്ച വാളുമായി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, എന്നെ ആരും കൊന്നിട്ടില്ല, എന്നെ ആരും വധിച്ചിട്ടില്ല. ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വിജയത്തിനു വേണ്ടി ആരാണോ മരണം വരെ പോരാടുക, ആകാശഭൂമികളെക്കാൾ വിശാലമുള്ള അല്ലാഹുവിന്റെ സ്വർഗം അവർക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ. വാൾപ്പരപ്പുകളെ കടന്നുകൊണ്ട് അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ തെറ്റിത്തെളിക്കുന്ന ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആരാണോ ഈ ശരീരത്തെ പരിഗണിക്കാൻ തയ്യാറുള്ളത്, അവന് ഞാൻ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം നൽകാമെന്ന് പറയേണ്ട താമസം. ആ സമയത്താണ് ഉമൈർ ഇബ്നു ഹുമാം എന്ന ചെറുപ്പക്കാരൻ, ഈ പുത്തമ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോ, നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ആഗ്രഹങ്ങളുള്ള അഭിലാഷങ്ങളുള്ള അഭീഷ്ടങ്ങളുള്ള ഉമൈർ ഇബ്നു ഹുമാം എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയേ, ആ ജന്നത്തിന് അർളുഹ സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിന് ആകാശഭൂമിയേക്കാൾ വിശാലതയുണ്ട് നബിയേ. അതേ ഉമൈറേ, ഉമൈറേ എന്ന് പറയുമ്പോ ആ സമയത്ത് ഉമൈർ റളിയല്ലാഹു തആല ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാ. പാതി കടിച്ച ഈത്തപ്പഴം എടുത്തു വലിച്ചെറിഞ്ഞിട്ട് ഈത്തപ്പഴം തിന്നുതിരുന്നത് വരെ സമയം താമസിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് അത്രയും താമസമല്ലേ ചെന്നെത്താൻ എന്ന് പറഞ്ഞിട്ട് ആ ഈത്തപ്പഴം തിന്നുന്ന സമയം പോലും അതുവരെ ഇരിക്കലിൽ വലിയ ദീർഘമുള്ള ജീവിതമാ എന്ന് പറഞ്ഞുകൊണ്ട് തിന്നിരിക്കുന്ന കാലൊക്കെ എടുത്തു വലിച്ചെറിഞ്ഞ് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങി 90ഓളം മുറിവുകളുമായി കൈകാലുകൾ കെട്ടിപ്പിടിക്കപ്പെട്ട
കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട സ്വന്തം ശരീരത്തെ അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി സമർപ്പിച്ചവർ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തില് അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ നേരെ ശത്രു ആഞ്ഞു വീശി വലത്തെ കൈ തോളോടുകൂടി വെട്ടിമുറിച്ച് താഴെ വീഴുകയാ. വീഴുന്നതിന് മുമ്പ് നോക്കുമ്പോ കൈ താഴോട്ട് വീണിട്ടില്ല. ആ കൈയുടെ അടിത്തടിഭാഗത്തൊരു തോല് മാത്രമേ വിടാനുള്ളൂ. ഒറ്റവെട്ടിനൊരു കൈ മുറിഞ്ഞു. ഒറ്റവെട്ടിന് കൈ മുറിഞ്ഞു. ആ സമയത്ത് നോക്കുമ്പോ കൈ തൂങ്ങിക്കിടക്കുകയാ. ഇനി വിട്ടുപോകാൻ ഈ തൊലിപ്പുറം മാത്രം. ഇടത്തെ കയ്യിൽ വാള് വെച്ചിട്ട് വെട്ടുമ്പോ ഈ കൈയുടെ വേദന കാരണത്താല് സഹിക്കാൻ കഴിയുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ത് ചെയ്തെന്നറിയോ? മെല്ലെ താഴോട്ടൊന്ന് കുനിഞ്ഞു. ആ തൂങ്ങിക്കിടക്കുന്ന മുറിഞ്ഞ കൈപ്പത്തിയിൽ വലത്തെ കാല് കൊണ്ട് ചവിട്ടി ഒരൊറ്റ വടിനെ പോട്ട് കൈയിലിഞ്ഞ് താഴെ വീണു. താഴെ കിടന്നിട്ട് രക്തത്തിന് കുളിച്ച കൈപ്പടയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ചോദിച്ചു, ഹല്ലന്തി ഇല്ലാഹി സുബ്ഹാനദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. കയ്യേ നീ പിടക്കുന്നതെന്തിനാ? നാളെ പിന്നെ സ്വർഗത്തിൽ നിന്നെ ഞാൻ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന പിടക്കുന്ന കയ്യോട് കവിത പാടിയവർ എന്തിനാണ് ചെറുപ്പക്കാരാ? ഒരൊറ്റ മോഹമില്ല, വേറൊരു മോഹമില്ല. പകരം പടച്ചറപ്പിന്റെ സ്വർഗം കിട്ടുക. വിവാഹത്തിന്റെ ആദ്യ രാത്രി മണിയറയിലെ മണവാട്ടിയോട് ഒട്ടിക്കിടക്കുകയാണ്. ഒരു പുരുഷന്റെയും ഒരു പെണ്ണിന്റെയും ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ ജാലകം തുറന്ന രാത്രി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചേർന്ന് കിടക്കുമ്പോഴാ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് വിളിവരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് പരാജയമാണ്. ചാടി എഴുന്നേറ്റ് പെണ്ണെ ഉടവാളവിടെ, ഉടവാളെടുക്കു പെണ്ണെ. ആദ്യ രാത്രിയിലെ നവവധു പോയി. അവള് വാളെടുത്തുകൊണ്ട് വന്നു. വാള് കയ്യിലേക്ക് പിടിച്ചു. നവവരന് തന്റെ പടച്ചട്ടയെടുത്തു. ഗദ്ഗതത്തോടെ നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പോവുകയാണ്. ഇനി നമുക്ക് സ്വർഗത്തിൽ കാണാം. ഇത് ഹാരി പോട്ടറുടെ കഥയല്ല. ഇത് മേരി ഷെല്ലിയുടെ കഥയല്ല. ഇത് വിക്ടർ യുഗോയുടെ നാടകമല്ല. ഇത് ഒഥല്ലോ എന്ന നാടകരചയിതാവിന്റെ ഒരു റൊമാന്റിക് ഭാവനയല്ല. ചെറുപ്പക്കാരെ, ഇത് ലോകത്ത് 1500 വർഷം മുമ്പ്, ബിഫോർ 1500 years ago, അമേരിക്കയിലെ രമ്യഹർമ്മത്തിലല്ല, മക്കയിലെ ചോർന്നൊലിക്കുന്ന ഒരു ചെറ്റപ്പുരയുടെ നടുവിൽ ഈത്തപ്പനമരത്തിന്റെ ഓരോ പരിമരത്തിൽ കിടക്കുന്ന മണലിന്റെ മുകളിൽ വിരിച്ചിട്ടിട്ട് ആദ്യ രാത്രിയിൽ കെട്ടിപ്പിടിച്ചു കിടന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ. ഭാര്യ കൊണ്ടുപോയി വാളെടുത്തു കൊടുത്തു. ഭർത്താവ് പറഞ്ഞു, ഞാൻ പോവുകയാണ്. നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ രാത്രി പൂർത്തീകരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കാണാം എന്ന് പറഞ്ഞ മണിയറയിൽ നിന്ന് പ്രിയപ്പെട്ട മണവാട്ടിയുടെ കയ്യിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി ഉഹദിന്റെ രണാങ്കണത്തിൽ പോയി. അവിടെ ഏതാണ്ട് ശരീരം വെട്ടിമുറിക്കപ്പെട്ടു വഫാത്തായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസ. എന്തിനാ മോനെ? കാമുകിക്ക് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയല്ല, വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് വേണ്ടി. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരാളുണ്ട്. ഞാൻ പോവുകയാന്ന് പറഞ്ഞപ്പോ കൈവറച്ചില്ല, കണ്ണ് നിറഞ്ഞില്ല. ഭർത്താവിന്റെ കയ്യിലേക്ക് വാളെടുത്തു കൊടുത്തിട്ട് പോയി വാ, തിരിച്ചു വന്നില്ലെങ്കിൽ സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് ആദ്യ രാത്രിയിൽ യാത്ര അയച്ചുവിട്ട ഹംസയുടെ ഭാര്യ റളിയല്ലാഹു തആല അൻഹാ എന്തിനു വേണ്ടി ഈ ശരീരം വെട്ടിമുറിക്കപ്പെട്ടു? ഈ ശരീരം കയ്യും കാലും വെട്ടിമുറിക്കപ്പെട്ടു. രക്തം തടംപല്ലിയാ തുടങ്ങി. നമ്മൾ അവരെ കുറിച്ച് പാടി പുകഴ്ത്തിയിട്ട് നമ്മൾ അവരെ കുറിച്ച് വീരകഥകൾ പറയുന്ന നമ്മൾ കാക്കിയിട്ട് വേഷത്തിൽ പോഷുമാനെ കണ്ട നമ്മൾ കുളിമുറി കയറി വിളിക്കുകയും ചെയ്യും. അവരാരാ? ഈ ശരീരം രണ്ട് കാര്യം അതൊക്കെ ചോദിച്ചു സ്വർഗത്തിന് പകരം. ഈ ശരീരത്തെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നിങ്ങൾ സമ്മതിച്ചാലും പൊന്നുമക്കളെ സമയാകുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടാവും.
ഞാനും ഉണ്ടാവില്ല. പടച്ചോനെ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്നെ കാത്തിരിക്കുന്ന കുടുംബം, ഞാൻ ഇതെല്ലാം വെട്ടിമുട്ടിട്ട് പോകാനോ? ആ സമയമായി കഴിഞ്ഞു. ഇപ്പൊ കൈവെക്കും. കാരണം എന്താ? ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ കാര്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് കൈവെക്കും. പക്ഷെ സമയമാകുമ്പോ ആരുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് വേറൊരു അർത്ഥമുണ്ട്. ശരി, നിങ്ങൾക്ക് അതിന് നിങ്ങൾ കയ്യും കൊടുക്കണ്ട, കാലും കൊടുക്കണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ ആയത്തിന് മഹാന്മാര് പറയുന്ന ഒരു ചെറിയ വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് ചെയ്താൽ മതി, റബ്ബിന്റെ സ്വർഗ്ഗം. പറഞ്ഞു തരട്ടെ. ശരീരത്തെ കൊടുക്കണ്ട. അംബുസഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മോഹങ്ങളെ ഇല്ലാതാക്കില്ല. ഔലിയാക്കളാണ് അങ്ങനെയാണ്. ശരീരത്തെ കൊടുക്കണ്ട, ശരീരത്തിന്റെ മോഹത്തെ. മനുഷ്യന്മാരെ ശരീരത്തിന്റെ നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. കാമുകനോടുള്ള ആഗ്രഹം, കാമുകിയോടുള്ള ആഗ്രഹം, പലിശ മേടിക്കാനുള്ള ആഗ്രഹം, കള്ളു കുടിക്കാനുള്ള മോഹം, സിനിമ കാണാനുള്ള മോഹം, ഗാനമേളയ്ക്ക് പോകാനുള്ള മോഹം, ഇങ്ങനെയുള്ള മോഹങ്ങൾ. ആ മോഹങ്ങളെ ഇല്ലാതാക്കുക. ചവിട്ടി സ്വർഗത്തിൽ ഇത് ചെയ്യാവില്ല, ആർക്കും ചെയ്യാം. ശരീരത്തിന്റെ മോഹങ്ങളെ ഈ വലത്തെക്കാരന്റെ ചവിട്ടി കണ്ട് താഴ്ത്തണം. ഇനി ഞാനില്ല, വേറൊന്നും ചെയ്യും. മഹാനായൊരു മനുഷ്യൻ സ്വർഗത്തെ കുറിച്ച് വാചാരമായിട്ട് സംസാരിക്കുകയാണ്. സ്വർഗത്തിലെ കാഴ്ചകൾ മുഴുവൻ സൂറത്തുൽ വാഖിയയിലൂടെ ഒരു ഉസ്താദ് വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ വാഖിയയിലാണ് സ്വർഗത്തെ വളരെ വിശാലമായിട്ട് പറയുന്നത്. എന്തിനെ? സൂറത്തുൽ വാഖിയ. സ്വർഗം وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة. കദളിവാഴക്കുല, ഇലന്തമരം, സ്വർണ്ണക്കട്ടി. ഖുർആനിൽ ഏറ്റവും നന്നായിട്ട് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഞാൻ സമയം ഉണ്ടെങ്കിൽ അവസാനം പറയാം. സൂറത്തുൽ വാഖിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും പറയാവോ? സൂറത്തുൽ വാഖിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും പറയാവോ? സൂറത്തുൽ വാഖിയക്ക് ഒരു പ്രത്യേകത. എല്ലാവരും പറയണതിൻ്റെ എനിക്കും കൂടെ പറഞ്ഞില്ല. പറയാവോ? ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്നിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും 35% ആളുകൾ ഉച്ചക്കഞ്ഞി ഇല്ലതായി. എന്തുകൊണ്ട്? ബാക്കിയുടെ പ്രത്യേകത അറിഞ്ഞൂടാ. എന്നാ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. ഇഷ്ടംപോലെ സ്ത്രീകൾ വന്നിട്ട് നമ്മുടെ തലയിലും കൊണ്ട് പെണ്ണുങ്ങൾ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ കിടന്നിട്ട് മാനവറുകൾ പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് കാണാൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നു. എന്തിനാണ് കരയുന്നത്? എന്തിനാ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൺമക്കള് പട്ടിണിയാകുമെന്ന് ഓർത്തിട്ടാണെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് മാസാമാസം നിങ്ങളുടെ പെൺമക്കൾക്ക് ഒരു പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പത്രേ, ഞാൻ കരയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പെൺമക്കള് പട്ടിണിയാകുമെന്ന് ഓർത്തിട്ടല്ല. എനിക്ക് ഉറപ്പാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പെൺമക്കള് മരിക്കുന്നത് വരെ ദാരിദ്ര്യം വരില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും സുബഹി നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിയ പതിവായി ഓതിയാൽ അവന് പിന്നീട് ദാരിദ്ര്യം ഉണ്ടാകില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് എന്റെ പെൺമക്കൾ മുഴുവനും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം എന്റെ പെൺമക്കൾ മുഴുവനും സൂറത്തുൽ വാഖിയ ഓതാറുണ്ട്. അതുകൊണ്ട് മരിക്കുന്നത് വരെ അവർക്ക് ദാരിദ്ര്യം വരികയില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഒരു പ്രത്യേകിച്ചൊരു പെണ്ണ് മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിയ ഓതിയാൽ മരണം വരെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. എന്റെ പെൺമക്കൾ കൃത്യമായിട്ട് ഓതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓതാൻ പോയാൽ മറ്റത് കളാവും. നിങ്ങൾ മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിയ ഓതാൻ സ്ത്രീകളെ പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി സൂറത്തുൽ വാഖിയ കൃത്യമായിട്ട് ഓതി നമ്മുടെ മക്കളെ കൊണ്ട് പെൺമക്കളെ കൊണ്ട് ഓതിപ്പിക്കുകയും നമ്മൾ മരിച്ചാലും ഒരു പട്ടിണിയാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധ വിഷമവും വേണ്ട. പക്ഷെ മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിയ ഓതാൻ നിങ്ങൾ പോയാൽ
സീരിയൽ കഥാവും സീരിയൽ കഥാവും അത് വേറെ കാര്യം. പച്ച പൊട്ടി സീരിയൽ കഥാവും പച്ച പൊട്ടികളായി പെണ്ണുങ്ങൾ പച്ച പൊട്ടികൾ. ആണുങ്ങൾ അതിനേക്കാൾ വലിയ പൊട്ടന്മാരാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കാൾ കൂടുതൽ സീരിയൽ കാണുന്ന ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തിൽ വാക്കിയ മഹാനവറുകൾ സൂറത്തിൽ വാക്കിയ ഓതി ഇതിന്റെ ഇടയിൽ ഒരു ടിപ്പ് ഞാൻ തന്നു മാത്രം. ആ വാക്യയിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ആ സദസ്സ് മുഴുവനും മനസ്സുകൊണ്ട് സ്വർഗത്തിലെത്തി. അവരെ കൺമുമ്പിൽ സ്വർഗം കണ്ടതുപോലെ എല്ലാവരും ഇതേപോലെ പ്രസംഗിക്കുന്നു, ആളുകൾ കേൾക്കുന്നു. അവരുടെ മുഴുവൻ മനസ്സിൽ സ്വർഗം വന്ന് കൺമുമ്പിൽ കണ്ടതുപോലെയായി. ആ സമയത്ത് ആവേശത്തോടെ മുമ്പിലിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു ആ പ്രസംഗം നടത്തിയ ഷെയ്ഖിനോട്, മഹാനവറുകളെ, നിങ്ങൾ ഈ പറയുന്ന സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? നിങ്ങൾ പറയുന്ന സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഞാൻ പറയാം. എത്ര ബക്കറ്റ്? 50 ബക്കറ്റ്. അത് പറയാം. വേണ്ട, ടൈം എന്താ പറഞ്ഞു? സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഈ മനുഷ്യന് ആയത്തെ കേട്ടപ്പോ സ്വർഗം കൺമുമ്പിൽ കണ്ടതുപോലെ ഇയാളൊക്കെ വല്ലാതെ ഇയാൾക്ക് അപ്പ സ്വർഗത്തിൽ പോകണം. ആ സമയത്ത് സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ബഹു പറയുന്ന ഷെയ്ഖിനോട് ചോദിച്ചു, സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ആ സമയത്ത് ആ മഹാനായ ഷെയ്ഖ് പറഞ്ഞു, സ്വർഗത്തിലേക്ക് അധികം ദൂരമൊന്നുമില്ല. ദോ കദം കി രാസ്ത, ദോ കദം കി രാസ്ത. എത്ര ദൂരം? എന്തോന്ന് മനസ്സിലായി? ക്യാ സമझता है? क्या भी नहीं. दो कदम की रास्ता है. 2 കാലടി ദൂരമേ സ്വർഗത്തിലേക്ക്. 2 കാലടി. ശ്രദ്ധിച്ച് കേൾക്കണേ, 2 കാലടി സ്വർഗത്തിലേക്കുള്ള ദൂരം. ഒരു കാലെടുത്ത് മുമ്പോട്ട് ചവിട്ടി രണ്ടാമത്തെ കാലെടുത്ത് വെക്കുന്ന സ്വർഗത്തിലെ. ഒരു കാലെടുത്തിട്ട് മുമ്പോട്ട് ചവിട്ടുക, രണ്ടാമത്തെ കാല് വെക്കുന്നത് സ്വർഗത്തിലാണ്. പറ്റോ? ഇത്രയും തൊട്ടു മുമ്പിൽ ആ കുട്ടികളെ, ചങ്ങാതിമാരെ നിങ്ങളുടെ സ്വർഗം ഇരിക്കുക. ചവിട്ടാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ചവിട്ടണം. ചവിട്ടൂല്ലോ? എവിടെ? ഉമ്മാടെ നെഞ്ചത്തല്ല, ഭാര്യയുടെ മുരുകത്തല്ല, അയലോക്കക്കാരുടെ കവളത്തല്ല. ചവിട്ടിന്റെ അടുത്ത് ഈ കാല് വെച്ചിട്ട് ചവിട്ടി അങ്ങോട്ട് പിടിക്കണം. എന്റെ പൊന്നു കുട്ടികളെ, ന്യൂ ഇയർ വരാൻ പോവുക, ആഘോഷ തിമിർപ്പിൽ ആറാടാൻ പോവുകയാണ്. നിങ്ങൾ ചവിട്ടേണ്ട ഒരു സ്ഥലം ഞാൻ പറഞ്ഞ അവിടെ ഒരു ചവിട്ടങ്ങോട്ട് ചവിട്ടിയാ സ്വർഗം. ഒരു കാലെടുത്തിട്ട് ചവിട്ടുക, മറ്റേ കാല് വെക്കുന്നത് വലത്തെ കാല് വെക്കുന്നത് സ്വർഗത്തിലാണ്. പക്ഷേ എവിടെയാ ചവിട്ടുന്നത്? എവിടെയാ? പകലി കദം അപ്നി നഫ്സ് पर दूसरी कदम खुदा की जन्नत में. നിന്റെ വലത്തെ കാലെടുത്തിട്ട് നിന്റെ ശരീരത്തിന്റെ മോഹങ്ങളെ നീ ചവിട്ടി പിടിക്കുക. നിന്റെ വലത്തെ കാലെടുത്തിട്ട് നിന്റെ ശരീരത്തിന്റെ, നിന്റെ നഫ്സിന്റെ ഒടുക്കത്തെ ഹവാ മോഹങ്ങളെ നീ ചവിട്ടി താഴ്ത്തുക. എന്നാൽ നിന്റെ രണ്ടാമത്തെ കാലെടുത്ത് നീ വെക്കുന്നത് ദൂസരി കദം ഖുദാ കി ജന്നത്ത് में. നിന്റെ രണ്ടാമത്തെ കാല് പടച്ചറപ്പിന്റെ സ്വർഗത്തിലാ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലാ. പക്ഷേ ഒരു കാലെടുത്തിട്ട് നിന്റെ ശരീരത്തിന്റെ മോഹത്തെ അങ്ങോട്ട് ചവിട്ടണം. ശരീരത്തിന്റെ കള്ളു കുടിക്കാനുള്ള മോഹം, ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള മോഹം, പെണ്ണിനെ പിടിക്കാനുള്ള മോഹം, സർവ്വ ദുരാഗ്രഹങ്ങൾ, പലിശ മേടിക്കാനുള്ള മോഹം, കള്ളു കുടിക്കാനുള്ള മോഹം, ഫസാദ് പറയാനുള്ള മോഹം, മേശടി പറയാനുള്ള മോഹം, തലമറയ്ക്കാതിരിക്കാനുള്ള മോഹം, പിന്നെ പർദ്ദയിടാതിരിക്കാനുള്ള മോഹം. നേരത്തെ ചെറുപ്പക്കാർക്ക് ഒരു പാന്റ് ഉണ്ടായിരുന്നു. ആ പാന്റ് ഇട്ടാൽ ശരീരം മുഴുവൻ ഫിറ്റാണത്, ടൈറ്റാണത്. അത് കേട്ടിട്ട് എങ്ങനെയാണ് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. PVC പൈപ്പ് ചൂടാക്കണമായിരുന്നു, ചൂടാക്കിയിട്ടത് കേട്ടാ. അമ്മാതിരി ഒരു പാന്റ് പിള്ളേരിട്ടിട്ട് നടന്നിരുന്നു. ഇപ്പൊ ആ പാന്റ് പെണ്ണിടാൻ തുടങ്ങി. ഇപ്പൊ ആ പാന്റ് പെണ്ണിടാൻ പറയും. കാലുമേൽ ഇങ്ങനെ ടൈറ്റായി കിടക്കുന്ന പാന്റ് അവസാനം വാഴപ്പിണ്ടി ഇറങ്ങുന്നവരാണ്. പെണ്ണിന്റെ വസ്ത്രം ഏറ്റവും വലിയ ആഭാസത്തിലേക്ക് കടന്നു പോകുന്ന കാലത്താണ്. ഏറ്റവും വലിയ ആഭാസം. പക്ഷേ ഈ കാലെടുത്തിട്ട് ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹത്തെ
ചവിട്ടി തയ്യാറുള്ളവരൊക്കെ കൈവെക്കും. ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞുതരാം. കൈവെക്കല് ഒറ്റ ചവിട്ട്, ശരീരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് മുകളിൽ ഇപ്പൊ ചവിട്ടണം. തയ്യാറാണല്ല? താത്തിയിട്. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ മോഹത ഹൃദയം എന്ന് പറഞ്ഞ എന്താ സാധനം? ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലതു ഭാഗത്തായി ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഈ മുസ്തിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ അവയവമാണ് നമ്മുടെ ഹൃദയം. ഈ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ മോഹത ഇപ്പൊ ചവിട്ടണം. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മോഹത കാശ്. എന്താ 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 സാധനം? എന്താ? കാശ്. പണത്തിനോട് മോഹമില്ലാത്താര. അതുകൊണ്ടാണ് ഈ പോക്കറ്റ് പോലും വലതുഭാഗത്ത് പോകുന്നത്. ഷർട്ടിന്റെ പോക്കറ്റ് വലതുഭാഗത്ത് പോകാൻ കാരണം ഹൃദയിരിക്കുന്നവിടെ മധ്യഭാഗത്തായിട്ട് വലതുഭാഗത്താണ് ഹൃദയിരിക്കുന്നത്. ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണെങ്കിലും ഇരിക്കുന്നത് വലതുഭാഗത്താണ്. ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പോക്കറ്റോടെ വന്നത്. വലതുഭാഗത്താണെങ്കിൽ ചെരിവങ്ങോട്ടാണ്, ഇടത്തോട്ട്. ഇവിടെ പോക്കറ്റോടെ ആയത് ഇവിടെ തന്നെ. ഏറ്റവും വലിയ മോഹം ഇരിക്കുന്നത് അതിനാണ്. അപ്പൊ ഏറ്റവും വലിയ മോഹം ഏതാ? ഈ പേഴ്സ. ഏറ്റവും വലിയ മോഹത്തെ എടുത്തിട്ട് ചവിട്ടി താത്തിക്ക് ബക്കറ്റിലോട്ട് പെട്ടെന്ന് ചിരിക്കരുത്. പറയണ കാര്യം ഇപ്പൊ ചെയ്തോണം. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും വലിയ മോഹം ഈ പോക്കറ്റുള്ള മുഴുവൻ എടുത്തിട്ട്, ഇത് പുത്തമ്പള്ളി മക്കാമാണ്, ആ പോക്കറ്റുള്ള മുഴുവൻ എടുത്തിട്ട് ബക്കറ്റിലോട്ട്. ബക്കറ്റ് കൊണ്ടുപോകാൻ മോനെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരും ഒഴിവാക്കില്ല അവസാനത്തെ സലാത്തിൽ പങ്കെടുക്കാൻ. ഇത് സലാത്ത് മാത്രമല്ല, കറാമത്തുകളുടെ ഉടമസ്ഥന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. എല്ലാവരും ഒരു നല്ല സദക്ക. അള്ളാഹു എന്റെ ഈ മോഹം ഞാൻ പറിച്ചു കളയുക. പോക്കറ്റ് കിടക്കും പേഴ്സിൽ നടത്തിലങ്ങനെ 10-20 ഒന്നുമില്ല, നല്ല ഒരെണ്ണം. 500, 1000, 2000 നാളെ 8 പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടക്കും. ഇൻഷാ അല്ലാഹ് ഒരു 4 പെൺകുട്ടികളെ കൂടെ കെട്ടിക്കാനുള്ള ക്യാഷ് ഉണ്ടാവണം. എന്റെ അതിനുവേണ്ടി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി മഹാനവരുടെ സദസ്സിലേക്ക് ഒരു നല്ല മോഹത്തിന്റെ ഒരു 500, 1000, 2000, 10,000 എത്രയാണ് ഞാൻ തയ്ക്കുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇനി നിങ്ങൾക്ക് പോക്കറ്റില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ മോഹം ഏതാ? നിങ്ങളുടെ ഏറ്റവും വലിയ മോഹം ഏതാ? അതങ്ങ് ഊരുക, വളയം ഊരുക, ബാക്കറ്റിലോട്ട്. ഏറ്റവും വലിയ മോഹം അതാണ്. ആ മോഹത്തെ ഇപ്പൊ മറ്റൊരു സ്വർണ്ണുറപ്പാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ആഗ്രഹത്തോടെ സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ ഏതാഗ്രഹങ്ങൾ മുൻനിർത്തിയിട്ടാണോ നീ അത് സബലീകരിക്കണേ അല്ലാഹ്, സബലീകരിക്കണേ അല്ലാഹ്. ഏത് രോഗങ്ങളാണോ ശിഫയാക്കണേ തമ്പുരാനെ, ഏത് പ്രയാസങ്ങളാണോ അത് നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ ഏതാഗ്രഹങ്ങൾ മനസ്സിൽ നിർത്തിയിട്ടാണോ ഈ സഹോദരങ്ങൾ സദഖ ചെയ്യുക, അതിനെല്ലാം നീ പരിഹാരത്തിന് സദഖയെ കാരണമാക്കണേ തമ്പുരാനെ. ഭൂമിയോരുണ്ട് പോൽ എനക്കൈലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അൽ-ഗൗസ് സമദാനി വൽ ഖുതുബ് റബ്ബാനി അസ്സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് പറയാറുണ്ട്. ഒരു കാലിൽ നിന്നോണ്ട് ഒരു ഹദ്ദീത്തോർ, ഒരു കാലിൽ നിന്നോണ്ട് ഒരു ഹദ്ദീത്തോർ. ഒറ്റ കാലിൽ നിന്നിട്ട് മഹാനവറുകൾ വിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതി നിസ്കരിച്ചു ഒരൊറ്റ രാത്രിയിൽ. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ കാല് കാല ചവിട്ടി മറ്റേ കാല് പൊക്കിപ്പിടിച്ച് ഒരു രാത്രി മുഴുവനും ഖുർആൻ ഓതി നമസ്കരിച്ചു. കാരണമെന്താ? മഹാനവറുകളെ കുറിച്ച് എങ്ങനെ പറയാനുള്ള കാരണമെന്താ? മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ വലിയ കച്ചവടക്കാരനാ. ഒരു
ദിവസം അദ്ദേഹം കച്ചവടം കിടന്ന് ക്ഷീണിച്ച് പരവശനായി വീട്ടിലോട്ട് വരുമ്പോ സാധാരണ മഹാനവറുകൾ നമസ്കാരം നിർവഹിക്കുന്നത് വീടിന്റെ മുകൾ ഭാഗത്താണ്. അവിടേക്ക് കയറാനൊരു ഗോവണി വെച്ചിട്ടുണ്ട്. കച്ചവടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പാതിരാസമയം മുഴുവനും ഗോവണിയിലൂടെ മുകളിലോട്ട് കയറി ആ മുകളിൽ ഒരുക്കപ്പെട്ട ഭാഗത്ത് രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന മഹാനവറുകൾ ഒരു ദിവസം കച്ചവടമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായി വീട്ടിലോട്ട് വരികയാ. ആ സമയത്ത് പതിവ് പോലെ പാതിരാ സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി തന്റെ വലത്തെ കാലെടുത്തിട്ട് ഗോവണിപ്പടിയുടെ ആദ്യത്തെ പടിയിലോട്ട് വെക്കുമ്പോ ഇടത്തെ കാലിൽ രണ്ടാമത്തെ പടിയിലേക്ക് വെക്കാൻ പൊന്തിച്ചു വെച്ചിരിക്കുകയാ. സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രദ്ധിക്കണേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിനോട് ശരീരം പറയുകയാണ്, മഹാനവറുകളെ ഇന്ന് വല്ലാത്ത ക്ഷീണമല്ലേ, എന്തിനാ ഇന്നലെ നിന്ന് നമസ്കരിച്ചതുപോലെ ഇന്ന് തന്നെ നിസ്കരിക്കണ്ട, വല്ലാതെ ഉറക്കം വരുന്നുണ്ട്, ശരീരത്തിന് ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇന്നലത്തെ പോലെ ഇന്ന് നിസ്കരിക്കണ്ടാണ്. ശരീരം അതിന്റെ ദുരാഗ്രഹം പറയുമ്പോ, ശരീരം അതിന്റെ മോഹം പറയുമ്പോ, നമുക്ക് പോയി കിടന്നുറങ്ങാമെന്ന് പറയുമ്പോ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ പെട്ടെന്ന് മനസ്സിന്റെ സമനില വീണ്ടെടുത്തു. ആറാമേന്ദ്രിയത്തിന്റെ അകക്കണ്ണുകൊണ്ട് പൈശാചിക ദുർബോധനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുകയാ. ഏതവസ്ഥയിലാ നിൽക്കുന്നത്? ഒരു കാലെ ഗോവണിയിൽ ചവിട്ടിയിട്ടുള്ളൂ, മറ്റേ കാലിങ്ങനെ പൊന്തിച്ചു വെച്ചിരിക്കുകയാ. ധാരാളം ആളുകൾ ഈ മാല കേൾക്കുമ്പോ കളിയാക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്തിനാ? അതവർക്ക് വിവരമില്ലാതിട്ടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹുവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മോനെ, ലോക ചരിത്രത്തില്ലാത്തൊരു സംഭവമാണത്. ഈ മാനപ്പാട്ട് കേൾക്കുമ്പോ പരിഹസിക്കുന്നവരെ ഓർത്തുകൊള്ളുക. ആ സമയത്ത് മഹാനവറുകൾ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ഇന്നെന്റെ ശരീരം ഈ മോഹം പറയുമ്പോ അതനുസരിച്ചിട്ട് ഞാൻ പോയി രാത്രിയിൽ കിടന്നുറങ്ങിയ നാളെ ഈ ശരീരത്തിനോട് പറയും, മുഹീദ്ദീനെ ഇനിയും അല്പം കുറയ്ക്കാമെന്ന്. അത് ഞാൻ അംഗീകരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നീട് എന്നോട് പറയും. അവസാനം ഈ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോയാൽ എല്ലാം ഇല്ലാതായി അവസാനം നമസ്കാരം പോലും ഈ ശരീരം എന്നെ ഇല്ലാതാക്കുമല്ല. അതുകൊണ്ട് ഈ പാതിരാ സമയത്ത് എന്റെ റബ്ബിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വരുമ്പോ മോഹം പറഞ്ഞ ശരീരമേ, ഇന്ന് നിന്നെ ഞാൻ പാഠ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു കാല് പൊക്കി പിടിച്ച് മറ്റേ കാല് ചവിട്ടി പിടിച്ച് ആ നിന്നപ്പിൽ ഒറ്റ നിപ്പിൽ നിന്നുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതിയിട്ട് മാനവരുടെ ശരീരത്തിന് പാഠം പഠിപ്പിച്ചത് കൊണ്ടാ ഒരു കാലിൽ നിന്നോണ്ട് ഒരു സത്യം തീർത്തോവർ ശരീരത്തിന്റെ മോഹത്തെ ആ ചവിട്ടി താത്തിയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിൽ ചെല്ലിക്കുമ്പോ 4 വഖത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ട്. പക്ഷേ കടയടച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ വല്ലാത്ത ക്ഷീണമാന്ന് പറഞ്ഞ് എത്ര ഇഷാണ് കളായിട്ടുള്ളത്, പെങ്ങളെ എത്ര സുബഹിയാണ് കളായിട്ടുള്ളത്. ഇല്ല നിന്റെ ശരീരത്തിന്റെ മോഹത്തെ ചവിട്ടി പിടിക്കുന്നത് വരെ, ഈ ശരീരത്തെ പാഠം പഠിപ്പിക്കുന്നത് വരെ ഇല്ല. ഇനി ഈ ശരീരത്തിന് പുറകെയില്ല, സ്വർഗത്തിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു നിർത്തുന്നത്, എന്റെ യാത്രയ്ക്ക് തടസ്സം വെക്കുന്നത് ഈ ശരീരമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിനെ വിഘ്നസിപ്പിക്കാൻ ഇവിടെ വെച്ച് തയ്യാറാകണമില്ല. ഈ ശരീരത്തിന്റെ മോഹത്തിനില്ല, ഈ ശരീരത്തിന്റെ ആഗ്രഹത്തിന് ഞാനില്ല. ഇനി ഞാൻ കള്ളു കൊടുക്കില്ല, ഇനി ഞാൻ പലിശ വാങ്ങിക്കില്ല, ഇനി ഞാൻ എന്റെ ശരീരം പറയുന്ന ഒരു കൂത്താട്ടത്തിന് നിൽക്കില്ല. ആഘോഷവുമായിട്ട് ഹോട്ടലിന്റെ വരാന്തയിലൂടെ നടക്കാൻ ഞാനില്ല. എന്തേ കുഞ്ഞുമോനെ ചിന്തിച്ചുകൂടെ, എന്തേ കുഞ്ഞുമോളെ ചിന്തിച്ചുകൂടെ? നിന്റെ പുൽക്കൈയാണ് ആരോ കളിയാക്കി, അപ്പത് മുക്കാ കൈയായി, അത് പിന്നെ അരയാകും, പിന്നെ സ്ലീവ്ലെസ് ആകും. അവസാന ശരീരം പറയുന്ന മോഹത്തിന്റെ പുറകെ പോയാ പൊന്നുമോളെ നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമെങ്കിൽ ഇവിടെ വെച്ച് നമ്മളൊരു തീരുമാനമെടുക്കണം. ഇവിടെ വെച്ച് എനിക്കൊരു തീരുമാനമെടുക്കണം. എന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹമേടാ, എന്റെ ആഗ്രഹമേടാ. എനിക്കെന്റെ സ്വർഗത്തിലേക്ക് പോകണം. എനിക്ക് ഈ ദുനിയാവ് വേണ്ട, ഇതിന്റെ ആർഭാടം വേണ്ട, ഇതിന്റെ മാസ്മരീകത വേണ്ട. എനിക്ക് വേണ്ട നേരെന്നറിയോ? എന്റെ റബ്ബിന്റെ സ്വർഗമാ.
എന്റെ റബ്ബിന്റെ സ്വർഗമാ. അതിനുവേണ്ടി എന്ത് വലിച്ചെറിയേണ്ടി വന്നാലും ഞാൻ വലിച്ചെറിയുകയാ. ലോകത്തിന്റെ ചരിത്രമടങ്ങുന്ന പുത്തമ്പള്ളി മക്കാവിന്റെ മുറ്റത്ത് വെച്ച് ഈ ശബ്ദം കേൾക്കാൻ ഇവിടെ തെടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ ശബ്ദം ചെയ്യുകയാ. അഹ്മദ് കബീർ ബാഖവിയുടെ പ്രഭാഷണം കേൾക്കാൻ അകലെന്ന് വരുന്ന നൗഷാദ് ബാഖവിയുടെ പ്രസംഗം കേൾക്കാൻ അകലെന്ന് വരുന്ന പാതിരാ സമയത്ത് പോലും ഓട്ടോറിക്ഷയുടെ പുറകിൽ തൂങ്ങി വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. ഈ രാത്രി ചരിത്രമാവുകയാ. ഡിസംബർ 28 രാത്രി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വർഷം അവസാനിക്കുകയാ. അല്ലാഹുവേ അല്ലാഹുവേ, കൊഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കൊടയുന്നു നിന്നുടെ ആയുസ് തീർച്ച. കൊഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. ഒരു വർഷം കടന്നു പോയപ്പോ ആയുസിന്റെ ഒരു വർഷം കടന്നു പോയടല്ലേ. മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്ന തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ എത്ര നാട് ജീവിച്ചിരിക്കണം, ഇവൻ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം. 28-ാം തീയതി വരെ ആയുസ് വെച്ചെന്ന് ഉറപ്പാണ്. പഴച്ചിറപ്പ് തലയിൽ കുറിച്ചു വെച്ച ആയുസിൽ നിന്ന് ഒരു വർഷം കുറയുകയല്ലേ. ഈ ഒരു വർഷം പിരിഞ്ഞു പോകുമ്പോ 2013 ഒരു വർഷത്തിൽ ഞാൻ എന്റെ റബ്ബിന് വേണ്ടി എന്താ ചെയ്യണത്? ഒരു മാനസിക വിചാരണയ്ക്ക് തയ്യാറെടുക്ക്. ഇത് കോടതിയുടെ വിധിയല്ല, ഇത് സുപ്രീം കോടതിയുടെ വിധിയല്ല. പാലിന് മായം ചേർക്കുന്നവന് ജീവപര്യന്തം കഠിന തടവ് വേണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ ആഴ്ച വന്നു. ഇന്ത്യ രാജ്യത്തിന് ആരെങ്കിലും പാലിന് വെള്ളം ചേർത്താൽ, മായം ചേർത്താൽ അവന് പരമാവധി ജീവപര്യന്തം കൊടുക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചാൽ ഇവിടെ പാലിന് മായമില്ലാതാവില്ല, ഇവിടുത്തെ മിൽമയിൽ പ്യുവർ മിൽക്കാവില്ല. അങ്ങനെ പാലില് മായമില്ലാത്തൊരു ലോകം വരണമെങ്കിൽ, അങ്ങനെ പാലില് മായമില്ലാത്തൊരു ലോകം വരണമെങ്കിൽ സഹോദരങ്ങളെ ഉമറിന്റെ ലോകം വരണം, ഉമറിന്റെ ഭരണം വരണം. അതുകൊണ്ട് ചിന്തിക്കുക, ഈ കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞിട്ടില്ലെന്നാ ഉറപ്പുള്ളതെങ്കിൽ ഒരു വർഷം മുഴുവൻ ഉറങ്ങിക്കളഞ്ഞു, ഒരു വർഷം മുഴുവൻ ആഹ്ലാദത്തിൽ വെറുപ്പിന് കിടഞ്ഞു. ഇവിടെ വെച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ആയിരങ്ങളെ തീരുമാനമെടുക്കുകയില്ല. എന്റെ സ്വർഗത്തിന് തടസ്സം നിൽക്കുന്ന ഒരാഗ്രഹം പോലും എന്റെ മനസ്സിന് ഉണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ഉറക്കെ ഈ സദസ്സിൽ വെച്ച് അല്ലാഹു ഒരു വർഷം കൂടി കഴിഞ്ഞു, ആയുസ്സിൽ ഒരു വർഷം കൂടി കഴിഞ്ഞു, ഒരു വയസ്സ് കൂടി ഖബറിലേക്ക് ഞാൻ അടുത്തു. ഇനി ഇൻഷാ അല്ലാഹ് എന്റെ ശരീരത്തിന്റെ പുറകെ ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല എന്നൊരു തീരുമാനമെടുക്കും. ഇൻഷാ അല്ലാഹ് ഉറക്കെ ഇൻഷാ അല്ലാഹ്, ഉറക്കെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനാക്കി തരട്ടെ, അല്ലാഹുവിനാക്കി തരട്ടെ, അല്ലാഹുവിനാക്കി തരട്ടെ. എന്നിട്ട് ശരീരത്തിലെ മോഹം എന്താക്കണം? ഇനി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു മോഹവും നമുക്കില്ല. ഉണ്ടോ? ഉണ്ടോ? ഇന്ന് ഇവിടെ വെച്ച് സീരിയൽ നിർത്തണം. എന്റെ ഒടുക്കത്തെ സീരിയൽ ഇന്ന് ഇവിടെ വെച്ച് തീരണം. ഇനി റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കും. അല്ലാഹുവിനാക്കി തരട്ടെ. തീരുമാനിച്ച സഹോദരിമാര്, എന്റെ രണ്ടാമത് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലൊരാഗ്രഹം. എന്താഗ്രഹം? അല്ലാഹു എനിക്ക് സ്വർഗത്തിലെത്തണം. എനിക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കണം. മനസ്സിലൊരാഗ്രഹം ഉണ്ടാകണം. അത് ആർക്കാ കുട്ടികൾ? നമുക്കൊന്നും ആഗ്രഹമില്ല. എന്താഗ്രഹം നമുക്കുള്ളത്? നമുക്ക് ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? ഞാൻ പറയണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ പറയണ്ടല്ലോ. നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളുടെ മുകളിൽ നമ്മളങ്ങനെ വെച്ച് കെട്ടിരിക്കും. മോനെ ആഗ്രഹം ഉണ്ടാകണം. ഏതാഗ്രഹം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. സൈനിക റിക്രൂട്ട്മെന്റ് നടന്നു. സഹാബത്ത് മുഴുവനും വന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്തു. ആ സമയത്താണ് ഒരു കറുത്ത കുള്ളനായ ഒരു കറുകറുത്ത സഹാബി, കറുത്ത് കുള്ളനാണ്, പൊക്കമില്ല. ആ സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് യുദ്ധത്തിന് വരണം. നബിയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കമാണ്, സമയമില്ല, മണി 12 ആവാറായി. നബിയെ എനിക്ക് യുദ്ധത്തിന് വരണം. നബിയെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി ഈ പൊക്കം കുറഞ്ഞ ആളാണ്,
നിനക്കൊരു വാളെടുത്തിട്ട് കൊന്നിച്ചിട്ട് ഒന്ന് വെട്ടാനുള്ള ആരോഗ്യം പോലും നിനക്കില്ല. ഈ വാള് നീ പിടിച്ചാൽ തന്നെ വാള് മുകളിൽ നിൽക്കും, നീ താഴെയല്ല താഴെ നിൽക്കും. അങ്ങനെ പോലും ആരോഗ്യമില്ലാത്ത നീ എന്തിനാ യുദ്ധത്തിൽ വരുന്ന സഹാബി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്താം. ആ സമയത്ത് ആ സഹാബി പൊട്ടിക്കരഞ്ഞു, നബിയെ, എന്റെ ശരീരത്തിന് വലിപ്പമില്ലാത്തതും എന്റെ ശരീരത്തിന് വണ്ണമില്ലാത്തതും ഞാൻ കുള്ളനായി പോയതും എന്റെതല്ലല്ലോ നബിയെ. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അതെന്റെ റബ്ബെനിക്ക് തന്നതല്ലേ, പക്ഷെ എനിക്കും അങ്ങയുടെ കൂടെ യുദ്ധത്തിന് വരണം. ആ സഹാബിയുടെ തേങ്ങലിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശരി വന്നോളൂ. അങ്ങനെ 10,000-കണക്കിന് അരോഗദൃഢഗാത്രനായ സഹാബത്ത് പോകുമ്പോ അതിന്റെ തൊട്ടു പുറകിൽ ഈ കുള്ളനായ പൊക്കം കുറഞ്ഞ മനുഷ്യനും കൂടി ഹൈബറിലെത്തിയപ്പോ യുദ്ധം തുടങ്ങാൻ പോയപ്പോ അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട്, സഹാബി, നീ ഒരു കാര്യം ചെയ്യ്, യുദ്ധത്തിന് പിറങ്ങണ്ട. യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ ഒട്ടകത്തിനും കുതിരയ്ക്കും ഈ പുല്ല് പറിച്ചു കൊടുത്താൽ മതി. ഒട്ടകത്തിന്റെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന കുതിരയ്ക്ക് പുല്ല് പറിച്ചു കൊടുക്കുന്ന ജോലി. കാരണം യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇത്ര 3 അടി 3 ഇഞ്ച് കഴിഞ്ഞാൽ വോളിബോൾ കൂട്ടാൻ പറ്റും. അവൻ എട്ടിട്ട് താഴേക്ക് അവനാകെ 3 അടി 3 ഇഞ്ച് കൊടുക്കും. ഇവന് ചാടി ജിമ്മിയിൽ അടിക്കണമാതിരി അടിക്കും. അവന്റെ കാലിന് സ്പ്രിങ് വെക്കലല്ലാതെ അവനല്ലാതെ നാച്ചുറലായിട്ട് കളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ വലിയ വോളിബോൾ മത്സരമൊക്കെ നടക്കുമ്പോൾ വലിയ ആളും കൊച്ചു കുട്ടികളും ഒന്ന് വായി നോക്കിയേക്കും. അപ്പൊ ആളുകൾ പറയും, നിനക്ക് അത്രയ്ക്ക് കൊതിയാണെങ്കിൽ ഔട്ടിൽ പോണ ബോളൊക്കെ പറക്കി ഇവിടെ കൊണ്ടുവന്നു. ഔട്ട് പോണ ബോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ ഔട്ട് പോകുന്ന ബോളൊക്കെ പറക്കി കൊണ്ടുവന്നു. അപ്പൊ കുട്ടികൾ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. ആ സഹാബിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല, അതുകൊണ്ട് നീ ഈ കുതിരയ്ക്കും ഒട്ടകത്തിനും ഒക്കെ പുല്ല് പറിക്കുന്ന ജോലി നിന്നെ ഏൽപ്പിച്ചിരിക്കുകയും. മനസ്സില്ല മനസ്സോടെ ആ സഹാബി കുതിരയ്ക്കും ഒട്ടകത്തിനും, ആളുകൾ യുദ്ധം ചെയ്യുന്ന കുതിരയ്ക്കും ഒട്ടകത്തിനും പുല്ലെന്നല്ല പറയുക, എന്താ പറയുക, പുല്ലെന്ന് അല്ലേ? നമ്മുടെ ഇവിടെ ചിലത് പോച്ച എന്നൊക്കെ പറയും. ഇവിടെ എന്താണ് എനിക്കറിയാം, ഇവിടെ പുല്ല് തന്നെയാണല്ലേ, കമ്മല്ലേ. ഞാൻ പണ്ടൊരിക്കൽ 12 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂർ പോകാൻ വന്നിട്ടുണ്ട്. 12 വർഷം മുമ്പ് കാളത്തോട്. അപ്പൊ ആദ്യ ദിവസം അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ പ്രസിഡന്റിന്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പൊ രാവിലെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ നാസ്തയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേക മെനു ഒന്നുമില്ല, നിങ്ങൾ എന്താണോ തരുന്നത് അത് മതി. അപ്പോഴാണ് ഉസ്താദിന് പിട്ട് ഇഷ്ടമാണെന്ന് വെച്ചത്. ഞാനൊട്ട് പിട്ട, ഞാൻ ആകെ അന്തം വിട്ടു. കാരണം നമ്മുടെ നാട്ടിലെ ആടിന്റെ കാട്ടത്തിനാണ് പിട്ടെന്ന് പറഞ്ഞത്. ആടിന്റെ ആട്ടിന്റെ കാട്ടത്തിലാണ് പിട്ടെന്ന് പറയുന്നത്. ഇതിപ്പോ ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ മോനെ സാധനം ഉണ്ടാകും? നാഗാലാൻഡിന് പട്ടിയുടെ ഇറക്കി വെച്ചിട്ടുണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. അവസാനമാണ് എനിക്ക് മനസ്സിലായത് പുട്ടാണ്. തൃശ്ശൂർ എല്ലാത്തിനും കസറ, തൃശ്ശൂർ ഭാഗത്തുള്ള പിട്ട് ഇഷ്ടമാണ്. ഇവിടെ പില്ലെന്നല്ല പുല്ലെന്നല്ല പറഞ്ഞത്. ഈ സഹാബി എന്ത് ചെയ്തു? പുല്ല് പറിക്കാൻ പോയി. അങ്ങനെ ഖൈബറിന്റെ യുദ്ധം തുടങ്ങി. ആ യുദ്ധം അവസാനിച്ചു. കുറെ കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചു കഴിയുമ്പോ ആ കരുത്തവനായ കുള്ളനായ സഹാബിയുടെ അടുക്കലേക്ക് സഹാബത്ത് കൊണ്ടുവന്നിട്ടൊരു പണത്തിന്റെ കിഴി കൊടുക്കുകയാ. ആ സഹാബി ചോദിച്ചു, മഹാദിഹി, ഇതെന്തായത്? ഒരു ചെറിയ പൊതി കൊണ്ടുവന്ന് കൊടുക്കുകയാ. ആ സഹാബി ചോദിച്ചു, എന്താണിത്? ആ സമയത്ത് പൊതി തുറന്നു നോക്കുമ്പോ കുറെ സ്വർണത്തിന്റെ രത്നങ്ങൾ എങ്ങനെ കിടന്ന് തിളക്കുകയാ. സഹാബത്ത് പറഞ്ഞു, ഇത് യുദ്ധം കഴിഞ്ഞ് കിട്ടിയ സ്വത്താണ്. ഇത് വീതം വെച്ചപ്പോ എല്ലാവർക്കും കൊടുത്തതുപോലെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു എന്ന് ആ സഹാബിയോട് പറഞ്ഞു. നിങ്ങൾ പുല്ല് പറിച്ചവരാണെങ്കിലും എല്ലാവർക്കും കിട്ടിയ ഓരോഹരി നിങ്ങൾക്കുമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ സഹാബി എന്ത് ചെയ്തെന്നറിയോ? കറുകറുത്ത ചപ്രച്ചതലമുടിയുള്ള ആ കുള്ളനായ മനുഷ്യന് ആ സ്വർണത്തിന്റെ പണക്കൊതിയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ ചാരത്തെത്തി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, മാ ഹാദിഹി യാ റസൂലല്ലാഹ്, ഇതെന്താ നബിയേ?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബി ഖസീമത്തും മിനൽ ഗനീമ, യുദ്ധങ്ങളിൽ കിട്ടിയ സ്വത്തിൽ നിന്ന് എല്ലാവർക്കും വീതിച്ചു കൊടുത്തപ്പോ അതിലൊരു ഓഹരി നിനക്ക് ഞാൻ തന്നതാണ് സഹാബി. ആ സഹാബി പണക്കിടി റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഇട്ടു. ഹദീസിൽ കാണാൻ കാരണമാക്കല്ലത്ത് അയാൾക്ക് കിട്ടിയത് കുറഞ്ഞു പോയതുപോലെ ആ മനുഷ്യൻ താഴേക്ക് ഇട്ടു. എനിക്ക് പുല്ല് പറിച്ചത് കൊണ്ടാണോ കുറഞ്ഞു പോയതെന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നിക്കുമാറ് ആ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണത്തിന്റെ ആഭരണത്തിന്റെ റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഇട്ടു. എന്നിട്ട് ഹബീബായ നബിയോട് പറയുകയാ, ഈ സംഭാഷണം കേട്ടിട്ട് കൂടാരത്ത് കിടന്ന സഹാബത്ത് മുഴുവനും ഓടിയിറങ്ങി വന്നു. ഇയാളെന്താ കാണിക്കുന്നത്? എന്താ റസൂലുള്ളാഹിയുടെ മുമ്പിൽ പണത്തിന്റെ കിഴി വലിച്ചടിച്ചു കൊടുക്കലോ? ആരുടെ മുമ്പിലാണ് ഈ അപമര്യാദ കാണിക്കുന്നത്? ആ കറുത്തവനായ കുള്ളനായ സഹാബി ആ സമയത്ത് നബിയോട് പറഞ്ഞ, നബിയേ 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 മത്തബഅതുക അലാ ഹദാ, താഴെ കിടക്കുന്ന സ്വർണത്തിന്റെ ആഭരണം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനു വേണ്ടി അല്ല നബിയെ, ഖൈബറിന്റെ യുദ്ധത്തിന് വേണ്ടി അങ്ങ് വിളിക്കുമ്പോ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ പുറകെ വന്നിട്ട് ഈ കാണുന്ന സ്വർണത്തിന് വേണ്ടി അല്ല നബിയെ, ഇതിനു വേണ്ടി അല്ല നബിയെ അങ്ങയുടെ പുറകെ വന്നിട്ട്. പിന്നെ ഞാൻ എന്തിനാ വന്നതെന്നറിയോ? ചെറുപ്പക്കാരാ അടിവരയിടുക, പെങ്ങളെ കേൾക്കുക, ഞാൻ എന്തിനാ വന്നതെന്നറിയോ? തന്റെ ചൂണ്ടുവിരല് നെഞ്ചിനെ നേരെ തിരിച്ചു വെച്ചിട്ട് ആ കറുത്തവനായ കുള്ളനായ മനുഷ്യൻ പറയുകയാ, തന്റെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിയിട്ട്, നബിയെ ഞാൻ അങ്ങയുടെ കൂടെ വന്നത്, ഞാൻ അങ്ങയുടെ കൂടെ വന്നത് അള്ളാന്റെ ദീൻ പറഞ്ഞതിന്റെ പേര് ശത്രുക്കളുടെ കയ്യിലെടുക്കുന്ന ഒരു അമ്പ് പാഞ്ഞു വന്നിട്ട് എന്റെ നെഞ്ചിനെ തുറച്ചു കയറിയിട്ട് ഇല്ലാതെ പറഞ്ഞതിന്റെ പേരിൽ ഒരമ്പന്റെ നെഞ്ചിലേക്ക് തുറച്ചു കയറി ഈ യുദ്ധത്തിൽ കിടന്നെനിക്ക് ശഹീദാകണം നബിയെ, ഞാൻ അതിനാണ് വന്നത്. കയ്യിൽ കിട്ടിയ സ്വർണ്ണാഭരണം വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ കറുത്തവനായിരിക്കാം, ഞാൻ കുള്ളനായിരിക്കാം, ഈ സ്വർണം കണ്ടിട്ട് ഞാൻ അങ്ങയുടെ പുറകെ കൂടിയതല്ല. പറഞ്ഞതിന്റെ പേര് ഒരമ്പന്റെ നെഞ്ചിന് വന്ന് തുളച്ചു കയറിയിട്ട് ഇവിടെ കിടന്നെനിക്ക് ശഹീദാകണം നബിയെ, എന്നിട്ട് എനിക്ക് എന്റെ സ്വർഗം കിട്ടണം നബിയെ. അള്ളാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാ പോയി യുദ്ധം ചെയ്തോ? സഹോദരങ്ങളെ, ആ മനുഷ്യനൊരു വലിയ വാളെടുത്ത് തോളിൽ വെച്ചു. അത് മണലിലൂടെ വലിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. ആ കുള്ളനായ മനുഷ്യൻ ഒരു വലിയ വാളും വലിച്ചുകൊണ്ട് അയാൾ നേരെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ഓടിക്കൂടിയ സഹാബത്ത് തിരിച്ചു കൂടാരത്തിലേക്ക് കയറിയില്ല. അതിന് തൊട്ടു മുമ്പേ ജനാസ, ആ മനുഷ്യനെ വാളും പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് കണ്ടു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, സഹാബത്ത് മുഴുവനും കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടൊരു മയ്യത്തുമായി നബി തങ്ങളുടെ മുമ്പിൽ വന്നു. ഹബീബായ റസൂലുള്ളാഹി നോക്കുമ്പോ ആ പൊക്കം കുറഞ്ഞ കുള്ളനായ മനുഷ്യനാണത്. സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ വന്നത് ഈ സ്വർണ്ണത്തിനല്ല നബിയെ, ഞാൻ വന്നതെന്റെ നെഞ്ചില് അമ്പ് തുളച്ചു കയറിയിട്ട് എനിക്ക് സ്വർഗത്തിന് പോകാനാ. ആളുകളെ തിരിച്ചു പോകുന്നതിന് മുമ്പേ വെട്ടി നുറുക്കി ശത്രുക്കളാ മനുഷ്യനെ. എന്റെ പൊന്നു ചെറുപ്പക്കാരോ, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം. അത് ഈ ദുനിയാവിനോടല്ല, അത് ഈ ദുനിയാവിനോടല്ല, അത് ഈ പെണ്ണിനോടല്ല, അത് ഈ കാമുകിയോടല്ല. 1.5 ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടി 1.5 വയസ്സുകാരെ ജനിച്ചു വന്ന വേതാളങ്ങളുടെ നഗരത്തിലാണ് ഞാൻ ഈ കഥ പറയുന്നത്. എനിക്ക് സ്വർണ്ണമല്ല നബിയെ, എനിക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് പറഞ്ഞു ആ സഹാബി. 14 വയസ്സുകാരിയെ ഇന്ന് മനസ്സിന്റെ ഉള്ളിൽ ഒരു മോഹമുണ്ടാകണം. ആ മോഹം സ്വർഗമാകണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ. മനുഷ്യന്മാരെ
ഹബീബായ നബിയുടെ ഞാൻ തമാശ പോലും പറയാത്തത് എനിക്ക് വിഷയം പറഞ്ഞു നിൽക്കാൻ സമയത്ത് ഞാൻ ഒന്നിനെ തന്നെ കിടക്കാൻ രണ്ടും പറഞ്ഞ് ബാക്കി പറയാനുള്ളത് കൊണ്ടാണ്. ഇവിടെ വെച്ചൊരു തീരുമാനമെടുക്കണം. ശരീരത്തിന്റെ ഉള്ളിൽ മോഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ മോഹം എന്താവണം? ആ മോഹം എന്താവണം? സ്വർഗമാവണം. അതിൽ പണം മോഹിക്കരുത്. കേരളത്തിലെ പ്രബലമായ ഒരു ജുവലറി ഷോപ്പുണ്ട്. ഞാൻ അവരുടെ മണ്ണാർക്കാടുള്ള ജുവലറി ഷോപ്പിൽ പോയി. അവരെന്നോട് പറഞ്ഞത് സ്വർണത്തിന്റെ പരസ്യത്തിൽ ഒരു പെണ്ണിന്റെ മുഖം അവർ ഇന്നവരെ കൊടുത്തിട്ടില്ല. പേരൊന്നും പറയുന്നില്ല. കേരളത്തിലെ ഒരു ജുവലറിയിൽ സ്വർണത്തിന്റെ പരസ്യത്തിൽ പെണ്ണിനെ കൊടുത്തിട്ടില്ല. ഉസ്താദേ, അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? എന്റെ മോനെ, ഈ മോഹമൊക്കെ അങ്ങോട്ട് മാറ്റണം. ഈ മോഹമൊക്കെ അങ്ങോട്ട് മാറ്റണം. ജുവലറിയുടെ പരസ്യത്തിൽ ഇന്നവരെ പെണ്ണിന്റെ ഫോട്ടോ കൊടുക്കാതെ ജുവലറിയുടെ പരസ്യം എവിടെയുള്ളത്? ഞാൻ കാണിച്ചാൽ കടിയും. പക്ഷെ എന്ത് വേണം? കടിയും. പക്ഷെ എന്ത് വേണം? ഇത് ആചാരാണെങ്കിൽ ആചാര ജുവലറി ഉൾക്കാണ് ചെയ്യുന്ന കാര്യമാണ്. വലിയ ആചാരായിരിക്കും, വലിയ ഹാജി ആയിരിക്കും. ഹാജിയുടെ ജുവലറി ഉൾക്കാണ് ചെയ്യുന്നതാരാ? കാവ്യ മാധവന. അവളിങ്ങോട്ട് വരും, ഒരു റിബൺ മുറിക്കും, അവൾക്ക് 5 ലക്ഷം. നമ്മൾ 2.5 മണിക്കൂർ ചങ്ക് കയറി ഒരു 50,000 നമുക്ക് തന്നെ പരാതി. നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് ഈ കരട് വെള്ളമാകുക. പള്ളിയിലെ ഖത്തീബ് 40 വർഷം കൊണ്ട് കരസെടുക്കുക. ഖത്തീബിന്റെ ശമ്പളം ഇപ്പോഴും 2,000 3,000 ഒക്കെ പ്രശ്നം. മുദരിസിന്റെ ശമ്പളം ഇപ്പോഴും. ഗുരിയാരുടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം മാതിരിയല്ല. 1,000 അതെപ്പോഴും അങ്ങനെ തന്നെ കിടക്കും. 10 വർഷം കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവും. ക്ലോസറ്റിലെ വെള്ളം കണ്ടിട്ടില്ല, ചിലപ്പോൾ അങ്ങനെ തന്നെ കിടക്കും. മൂടുമില്ല, കുറയില്ല. ഇത് മുരിയാരെ ജോലി ഗ്യാസ് കുറ്റിമാരി, ഒരു കുറ്റിമാരി അടുത്ത കുറ്റി. അങ്ങനെയല്ലേ കുറ്റി അവസ്ഥ. ഗ്യാസ് തീരുന്നതിന് മുമ്പേ ഭാര്യ പറയും, പിന്നെ ഈ കുറ്റി പണ്ടത്തെ പോലെ തീയൊന്നും വരുന്നില്ല, ഇപ്പൊ തീരാറായി, വേറെ കുറ്റിക്ക് ഇപ്പോഴേ ഓർഡർ ചെയ്തേക്കാം. റമളാന് മുമ്പേ പറയും, ഇയാൾ പണ്ടത്തെ പോലെ ഒന്നും പറ്റൂല, വയസ്സായി. അടുത്ത ഖത്തീബിനെ ശവ്വാനാകുമ്പോൾ അന്വേഷിച്ചോളൂ, ശവ്വാനാവും. എന്റെ പൊന്നു മോനെ, അതുകൊണ്ട് കാവ്യമാധവൻ ചെയ്യണ ജോലി എന്താ? അവൾ ആകെ വന്നിറങ്ങിയിട്ട് ഒരു റിബൺ ചെയ്ത് ഒരു 2 ലക്ഷം. നിന്റെ പ്രധാനപ്പെട്ട സാധനം കൊടുത്ത് ഒസാക്ക് പോലും 500 രൂപ കൊടുത്തു. 2 പേരും ചെയ്ത ജോലി ഒരേ ജോലിയാണ്. ഒസ ചെയ്ത ജോലി ഇത് റിബൺ മുറിക്ക് അത്ര വലിയ പാടൊന്നുമില്ല. അത് മുറിക്ക് എത്ര പാടുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മുറിക്കാൻ പോണ ഒസാടെ കീടനാവി കിട്ടി എവിടും കിട്ടിയോ. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു പയ്യന്റെ സുന്നത്തറമ്പ് നിർവഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഉറക്കെ വിളിച്ചാൽ അപ്പോ ഇത്രയും ബുദ്ധിമുട്ടുള്ള മുസ്ലിം ആവുണ്ടായിരുന്നു. ജീവനുണ്ടോണ്ട് എവിടെ? ഞാനിവിടെ ശരീരത്തിന്റെ ചില മോഹങ്ങൾ, മൂല്യങ്ങൾ ഉണ്ടാവണം. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ സ്വർഗത്തിൽ പോവാൻ വലിയ തൊപ്പിയും വെച്ച്, ഇത്ര വലിയ താടിയും വെച്ച്, ഇത്രയുള്ള ജുബ്ബയൊന്നും നിങ്ങൾ ഇടണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ ഉണ്ടാവും, ഒരു ആദർശം. ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. ആര് വിളിച്ചാലും അങ്ങോട്ട് പോവുക. ഞാൻ നേരെ ചൊവ്വയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. ഇത്രയും വലിയ താടി വെച്ചാലും ഇത്രയും വലിയ തൊപ്പി വെച്ചാലും ഒക്കെ സ്വർഗത്തിൽ പോകുന്നുള്ള ധാരണയല്ല. അതൊരു സുന്നത്താണ്. ആ സുന്നത്തിലൂടെ ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടാൻ വേണമെങ്കിൽ നീ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വെക്കണ്ട. നീ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. ജീവിതത്തിൽ ഒരു മൂല്യം ഉണ്ടാകണം. എന്റെ ബിസിനസ് സ്ഥാപനം, ഞാനൊരു സിനിമാ താരത്തെ കേട്ടില്ല നോക്കും. എന്റെ വീട്, ആ വീട്ടിൽ ഞാനൊരു ഹറാം ഉണ്ടാക്കില്ല എന്ന് പെങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകണം. പർദ്ദയിട്ടു, മുഖമൊക്കെ മൂടി, തസ്ബീഹുണ്ട്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. ഈ പർദ്ദയിൽ വലിയ കാര്യമൊന്നുമില്ല. കോഴിക്കോട് ജില്ലയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരി പെണ്ണിനെ കൂട്ടിക്കൊടുത്തവൾക്കും കോടതി ഹാജരാക്കിയപ്പോൾ ഈ പർദ്ദയുണ്ടാകും. പേരാമ്പ്രയിൽ 14 വയസ്സുള്ള പൊന്നുമോളെ കൂട്ടിക്കൊടുത്തവൾ, അവളെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അവൾ ഇട്ടുള്ള സാധനം ഈ പർദ്ദ തന്നെയാണ്. ഈ പർദ്ദ എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്തൊക്കെ ഒരു മൂടുപടമായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പർദ്ദ തന്നെ ഫാഷനായി, ഫുള്ള് ബോഡി ഷേപ്പായി. ഈ ടാറ് വീപ്പയ്ക്കകത്ത് കയറ്റിയിട്ടിട്ട് എടുത്തേറ്റുമാരെ, ടാറിന്റെ വീപ്പയിൽ പെണ്ണിനെ എടുത്തിട്ട് കെട്ടി പർദ്ദയൊക്കെ ഫുള്ള് ശരീരത്തിലോട്ട് ഒട്ടിച്ചേരാൻ തുടങ്ങി. ഇല്ല, സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ കുറുക്ക് വഴിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യൂ. സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ കുറുക്ക്, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കുറുക്ക് വഴി ഞാൻ പറഞ്ഞുതരാം. പോകയിലൂടെ
പാറമനുഷ്യന്മാരെ ഉറക്കെ സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്കുവടിയേ ഉള്ളൊരു മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്നുള്ള പേടി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മോഹത്തിൽ നിന്ന് ഈ ശരീരത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുക. എന്നാൽ മരിച്ചാൽ നീ പോകുന്നത് നിന്റെ സ്വർഗത്തിലേക്കാണ്. മരിച്ചാ പിന്നെ നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. മോഹത്തെ ഇല്ലാതാക്കണം. നീ തൊപ്പിയുണ്ട്, നിസ്കാരമൊക്കെ ഉണ്ട്. മോനെ സിനിമാ നടൻ മമ്മൂട്ടി 5 വക്തത്തെ തലാഖ് നിസ്കരിക്കുന്ന ആളാണ്. നീ തലാഖിയ മമ്മൂട്ടിയാരാ? 5 വക്ത്. ഇപ്പോ എന്റെ ഒരു സുഹൃത്ത്, അയാൾക്കൊരു ഹാർലി ഡേവിഡ്സന്റെ ബൈക്കുണ്ട് 9 ലക്ഷത്തിന്. ഉള്ളൊരു മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്നുള്ള പേടി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മോഹത്തിൽ നിന്ന് ഈ ശരീരത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുക. എന്നാൽ മരിച്ചാൽ നീ പോകുന്നത് നിന്റെ സ്വർഗത്തിലേക്കാണ്. മരിച്ചാ പിന്നെ നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. മോഹത്തെ ഇല്ലാതാക്കണം. നീ തൊപ്പിയുണ്ട്, നിസ്കാരമൊക്കെ ഉണ്ട്. മോനെ സിനിമാ നടൻ മമ്മൂട്ടി 5 വക്തത്തെ തലാഖ് നിസ്കരിക്കുന്ന ആളാണ്. നീ തലാഖിയ മമ്മൂട്ടിയാരാ? 5 വക്ത്. ഇപ്പോ എന്റെ ഒരു സുഹൃത്ത്, അയാൾക്കൊരു ഹാർലി ഡേവിഡ്സന്റെ ബൈക്കുണ്ട് 9 ലക്ഷത്തിന്. അത് ഷൂട്ടിങ്ങിന് വേണം. കുട്ടിക്കാലത്ത് ഈ വാഹനം കൊടുക്കാൻ അയാൾ പോയി. അപ്പൊ അയാൾ എന്റെ നാട്ടുകാരൻ കൂടി, അയാൾ താമസിക്കുന്ന സിനിമാ താരങ്ങൾ താമസിക്കുന്നത് ഹോട്ടലിൽ. തിരിച്ചെന്നോട് വന്നിട്ട് നാട്ടിൽ വന്നപ്പോൾ അയാൾ എന്നോട് അതെ മമ്മൂട്ടിക്ക് സ്വർഗം 5 വക്കത്തുള്ള വെറുതെ പറഞ്ഞ 5 വക്കത്ത്. പക്ഷെ ഫീൽഡ് എന്തായി പോയി. പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പോയി നടിയുടെ കണ്ണീര് ഉറപ്പിച്ചു കൊടുക്കണം. പാട്ടിന്റെ സീനാണ് കെട്ടിപ്പിടിക്കണം. നിസ്കാരമുണ്ട്, പക്ഷെ ഫീൽഡ് എന്തായി പോയി. ഇത് പണ്ടാരോ പറഞ്ഞത് മാതിരിയാണ്. കള്ള് ഷാപ്പിൽ മുസ്ലിം ആഞ്ഞു കുടിച്ച് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. സപ്ലൈറോട് ചോദിച്ചു തൊട്ട് നിൽക്കാൻ എന്തുണ്ടാവും. ഈ കുടിക്കണതിന്റെ ഇടയിൽ ഒരു ടച്ചിങ്ങിന് എരിവിന് വേണ്ടി ഒരു സാധനം കൊടുക്കും. ഇല്ലേ? അറിഞ്ഞൂടാ. ഇരിക്കണ ഇരിപ്പണ്ട. അപ്പൊ സപ്ലൈർ വെച്ച് തൊട്ട് നിൽക്കാൻ എന്തുണ്ട്. അപ്പൊ സപ്ലൈർ നല്ല ഞണ്ടിന്റെ കറി. അപ്പൊ അങ്ങനെ അത് വേണ്ട, നമ്മുടെ മദ്ഹബി കറാഹത്ത്. കള്ളു കുടിക്കില്ല, കള്ളു കുടിക്കാം, പക്ഷെ അവനെയില്ല, ഞണ്ടിനെ തിന്നൂല്ല. അതെന്താ? ഷാഫി മദ്ഹബി കറാഹത്ത്. ഈ അഭ്യാസം കൊണ്ടൊന്നും പോലെ സ്വർഗം കിട്ടൂല. ഞാൻ ആരാ? ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ആരാ? നന്മയുടെ കൂടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സനിൽ ഹവാ ഫഇന്ന ജന്നത ഹിയൽ മഅവാ. ആരാണോ ശരീരത്തിന്റെ മോഹത്തെ മുഴുവനെ മടിച്ചു തോർത്തുക, സഹോദരങ്ങളെ, ഒടുക്കത്തെ മോഹമാണ്. ഈ മോഹത്തെ അടിച്ചു താറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒടുക്കത്തെ മോഹം. ഏതു മോഹം? ഒരു കുഞ്ഞുമ്മാടെ ഗർഭാശയത്തിൽ ജനിച്ചു വീഴുമ്പോ അവൻ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് ജനിച്ചു വീഴുക. ഏത് കുട്ടിയും ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ ആ കുട്ടി ജനിച്ചാലുള്ള അവന്റെ കൈ അങ്ങനെ ഇരിക്കും. എന്താ ഒന്നും സഹകരിക്കാത്ത? ഞാൻ ഇത്
ഇത് ഞാൻ അങ്ങനെയൊന്നും കൊടുക്കണോടെ ചില ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കൊടുക്കുക. ഞാൻ കൊച്ചുകുട്ടി ഞാൻ ബാക്കിയാത്തൊരു ഓതുന്ന സമയത്ത് ആലുവയിൽ നിന്ന് ട്രെയിൻ അന്ന് ഉസ്താദ് അവിടെ സത്യമാണ്. വെള്ളിയാഴ്ച 6:50 ചെന്നൈ മെയിൽ പോവുക. 6:50 ആലുവ സ്റ്റേഷൻ. ഞാൻ രാവിലെ വരും ജുമയ്ക്ക് ഉസ്താദിന്റെ പ്രസംഗം. അപ്പൊ അങ്ങനെ ഇവരുടെയൊക്കെ പ്രസംഗം കേട്ട് പഠിച്ച ആളാണ്. ഞാൻ എഴുതിപ്പോ എന്റെ പ്രസംഗത്തിന്റെ കഥയൊക്കെ വലിയ കഥയാണ്, കഥ പറയാതിരിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ പോയി ഏതൊരാൾ വാക്ക് പറഞ്ഞാലും ഞാൻ പോയി കേൾക്കും. ഇപ്പോഴും എന്റെ മഹല്ല് വാക്ക് പറഞ്ഞിട്ട് നടന്നാൽ ഞാൻ അതിന് പോകില്ല. ഞാൻ അവിടെ പോയി. എനിക്കിപ്പോഴും ഒരു ആഗ്രഹമാണ്. എന്താണെന്നറിയോ? രണ്ടാമത് പെണ്ണാട്ടില്ല കുട്ടി ഒന്നിനെ തന്നെ നോക്കാൻ സമയമില്ല. സത്യം 15 ദിവസമായി വീട്ടിൽ പോയി. ഇപ്പൊ ഞാൻ ന്യൂ ഇയർ പ്രഭാഷണത്തിന് എല്ലാവരും കൂടെ ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് 2 ദിവസത്തിന് ഭാര്യയുടെ കുട്ടികളുടെ കൂടെ നിൽക്കാം. അവിടെ നിൽക്കാം. കുട്ടികൾ പരാതി പറയാൻ എന്റെ മക്കള് എന്നെ കുറിച്ച് എന്നോട് തന്നെ പരാതി പറയാൻ തുടങ്ങിയ അവസ്ഥയിൽ അടുത്ത വർഷം മുതൽ ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 3 ദിവസം അല്ലാതെ ഡേറ്റ് എന്ത് വന്നാലും കൊടുക്കും. എന്റെ മക്കള് പരാതി, മൂത്തവൻ എന്നോട് പരാതി പറയാൻ തുടങ്ങി. പരാതി പറയുമ്പോൾ പിന്നെ മക്കള് പരാതി പറയാൻ വന്നാൽ പിന്നെ വാക്ക് എന്ത് ചെയ്യണം? അവരോട് മെന്നലി അഹിരിക്കും വരേക്കും മഹക്കാം. അപ്പൊ അങ്ങനെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഏറ്റവും ഉജ്ജ്വലനായ പ്രഭാഷകൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അന്ന് ഞാനിരുന്ന് കേട്ടുപിടിച്ചാണ്. ഇപ്പോഴും എനിക്കൊരു ആഗ്രഹം എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരാൾ വാദം പറയുമ്പോൾ ആ വാദിനടുത്തൊരു കയ്യിൽ മുണ്ടൊക്കെ കൊടുത്ത് ഒരു കൊച്ചു ഷർട്ടൊക്കെ ഇട്ട് ആ തട്ടുകട ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ആ വാദം കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം നടക്കൂലില്ല. വേറൊരു ആഗ്രഹം എനിക്കില്ല. ആ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഇപ്പൊ അത് കഴിയും. എല്ലാവർക്കും ഓരോ മോഹങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നതാണ് ഡേറ്റ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സംസാരിക്കുന്നത്. എന്താ പറയുക? ഒരു കുട്ടി ജനിച്ചാൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ 2 കൈയും അങ്ങനെ അല്ലേ? എന്തിട്ട് മനുഷ്യന്മാർ നിങ്ങളെവിടെ കാണുന്നവരല്ലേ കാണുന്നല്ലേ? നിങ്ങൾക്ക് നമ്മള് കണ്ടിട്ടില്ലല്ലോ. നമ്മളാരാ അത് കിടന്നിട്ട് നിലവിളിക്കാൻ? നമ്മള് ലേബർ റൂമിൽ ഒരു 10 രൂപയുടെ കപ്പലിൽ നിന്ന് ഇങ്ങനെ ഇരിക്കും. ഭാര്യ ലേബർ റൂമിലോട്ട് പോവുക. ആ വാതിലിന്റെ മുമ്പിൽ എത്തുമ്പോ തുണിയൊക്കെ മാറ്റിട്ട് പച്ച തുണിയൊക്കെ ഇട്ട് കൊടുക്കും. സിസേറിയന് പോവാണ്. വാതിലിവിടെ എത്തുമ്പോ ഭാര്യ മലന്ന് കരയാൻ തുടങ്ങി. ഭർത്താവ് നീ എന്തൊരു കരയാണ്? ഞാനല്ലേ പുറത്തേക്ക് നിന്റെ മുറിക്കണില്ലല്ലോ, നിന്റെ കീറ് മുറിക്കണില്ലല്ലോ, ഇതല്ലേ അവിടെ കിടന്നിട്ട് നടപടിക്കുക. പ്രസവം ഒരു ഭയങ്കര ഒരു കുട്ടി ജനിച്ചിട്ട് വെളിയിലോട്ട് വരുമ്പോ നമ്മൾ വെളിയിൽ നിൽക്കുക. നേഴ്സ് വന്നിട്ട് പറയും ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി ആൺകുട്ടിയാണ്, 300-600 തൂക്കം, ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് 2 കയ്യിലെടുത്ത് നേഴ്സിങ്ങനെ കൊണ്ട് 2 കയ്യിൽ, നമ്മൾ 2 കൈയും കൂട്ടി അങ്ങനെയല്ലേ ഇവിടെ മേടിക്കണം. ഇവിടെ JCB കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 2 കൈ കൊണ്ട് ഇങ്ങനെ വരും. 2 കൈ നീ ദുനിയാവിലേക്ക് വന്നപ്പോ വെള്ളത്തുണിയിൽ പറഞ്ഞിട്ട് ഒരാൾ താങ്ങി നിന്റെ കയ്യിലേക്ക് ഒന്നും വാങ്ങിയത്. നാളെ നീ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴും അതേ വെള്ളത്തുണിയിൽ പൊതിയും. ഖബറിന്റെ മുമ്പിൽ നിന്നെ കൊണ്ടുപോയി വെക്കും. താഴെ ഇറങ്ങാതെ കൈനീട്ടി വാങ്ങിക്കും. മുകളിൽ കുറച്ചു ജീവിതവും മരണവും ഒരേപോലെ. നീ കിടന്നത് ഉമ്മയുടെ ഗർഭാശയം എന്ന ഇരുട്ടറയ്ക്കുള്ളിൽ. ഇനി നീ മരിക്കുന്നത് അതേപോലെ മറ്റൊരു ഗുഹയിൽ. ജനനം ഒരു വല്ലാത്ത സന്ദേശമാണ്. ജനിക്കുന്ന കുഞ്ഞ് അപ്പൊ തന്നെ കൈ ഇങ്ങനെ ചുരുട്ടിയാണ് പിടിച്ചിരിക്കുന്നത്, അല്ലേ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ ജനിച്ചു വീണ കുട്ടിയുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നത് കണ്ടപ്പോ കവിക്ക് വല്ലാത്ത സംശയം. കവി ചോദിച്ചു, അത്ര മോനെ, നവജാത ശിശുവിനോട് കവി ചോദിക്കുകയാണ്, മോനെ മുത്തേ കന്നെ തേനെ പാലേ മുട്ടി സേ ക്യാ ഹേ ആനെ വാലാ ജിന്ദഗി കി സ്വപ്നാ ഹേ. പൊന്നുമോനെ, നീ എന്തിനാണ് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും കൈയുടെ ഉള്ളിലുള്ളപ്പോഴല്ലേ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കുക? പൊന്നുമോനെ, ഉമ്മാന്റെ ഗർഭാശയത്തുനിന്ന് വെളിയിലോട്ട് വരുമ്പോ ഈ കൈ നീ എന്തിനാണ് ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത്? നിന്റെ കൈക്കുമ്പിളിന്റെ ഉള്ളിലൊന്നുമില്ലല്ലോ മോനെ. ആ സമയത്ത് നവജാത ശിശു മറുപടി പറഞ്ഞു, പത്രേ ഇല്ലില്ല. കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറയുകയാണ്, എന്റെ കൈക്കുള്ളിൽ എന്തെന്നറിയോ? ആനേവാല ജിന്ദഗി കി സ്വപ്നാ ഹേ. എന്റെ ഇനിയുള്ള ജീവിതത്തിന്റെ സ്വപ്നങ്ങളാണ് എന്റെ കൈക്കുള്ളിൽ ഞാൻ ചുരുട്ടിപ്പിടിച്ചു വെച്ചിരിക്കുക. എന്റെ കൈക്കുള്ളിൽ സ്വപ്നങ്ങളാണ്.
എന്റെ ഇനി ജീവിതത്തിന്റെ സ്വപ്നങ്ങളാണ്. പൊന്നുമോനെ പൊന്നുമോളെ, ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വന്നപ്പോ കുറെ സ്വപ്നങ്ങളും കൂട്ടിപ്പിടിച്ച് വന്നവർ നാം, മോഹങ്ങളും മനസ്സിനിടയ്ക്ക് വന്നവർ നാം. അവസാനം മനുഷ്യനുമല്ലാത്ത മോഹമാണ്, മനുഷ്യനുമല്ലാത്ത ആഗ്രഹമാണ്. മനുഷ്യന് മോഹം മണ്ണിനോടാണ്, മണ്ണിന് മോഹമോ മനുഷ്യനോടാണ്. മനുഷ്യന്റെ മോഹം മണ്ണിനോടാണ്. എത്ര ഏക്കർ വാരിക്കൂട്ടിയാലും അവന് മണ്ണിനോടുള്ള ഒടുക്കത്തെ മോഹം തീരുകയില്ല. എത്ര സെന്റ് വാങ്ങിച്ചാലും തീരില്ല. ഇനിയും വാങ്ങിച്ചു കൂട്ടണം. മണ്ണ് മേടിക്കാൻ മോഹം മനുഷ്യനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ മോഹം മണ്ണിനോടാണ്. മണ്ണിന് മോഹമോ മനുഷ്യനോടാണ്. പെരുമ്പടക്ക് പുത്തമ്പള്ളിയുടെ കബർസ്ഥാനിലെ മണ്ണ് മോഹിക്കുന്നത് നിന്നെയാണ്. എടി നീ എന്നാണ് എന്റെ അടുക്കലേക്ക് വരിക? എന്റെ ഉള്ളിൽ നീ എന്നാണ് മരന്ന് കിടക്കുക? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പെരുമ്പടക്ക് പുത്തമ്പള്ളി ജാറത്തിന്റെ മുമ്പിൽ ഈ പാവപ്പെട്ടവന്റെ പ്രഭാഷണം കേൾക്കാൻ അങ്ങനെ എത്തിയ പെങ്ങള്, പെരുമ്പടക്ക് പുത്തമ്പള്ളിയിലെ മണ്ണ് നിന്നെ മോഹിക്കുന്നുണ്ട്. എന്നാണ് മോഹനാങ്കി നീ എന്റെ അടുക്കലേക്ക് വരിക? നിന്റെ സൗന്ദര്യം എവിടെ? നിന്റെ കാതുകൾ എവിടെ? നിന്റെ കമ്മലുകൾ എവിടെ? നിന്റെ കവന കൗമുദിയുടെ കാവ്യസങ്കല്പങ്ങളുടെ ചേതോധികാരങ്ങൾ എവിടെ? പൊന്നമോനെ, മനുഷ്യന് പള്ളിക്കാട്ടിലെ മണ്ണ് നമ്മളെയാണ് മോഹിക്കുക. മണ്ണിന് മോഹം മനുഷ്യനോടാണ്. മനുഷ്യനും മണ്ണും തമ്മിൽ മോഹത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. അവസാന പാവം മനുഷ്യൻ മോഹത്തിന്റെ കാര്യത്തിൽ മത്സരത്തിന് തോറ്റമ്പുകയാണ്. അവനടാ എല്ലാം നഷ്ടപ്പെട്ട് മൂന്നേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് അവൻ മണ്ണിൽ പോയി മരന്ന് കിടക്കുമ്പോ കബർസ്ഥാനിലെ മണ്ണ് വന്നിട്ട് ചെവിയിൽ പറയുമോ, എടാ നീ എന്നെ മോഹിച്ചവനല്ലേ, ഇപ്പൊ നീ എന്റെ മുമ്പിൽ വന്ന് മരന്ന് കിടക്കുകയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മോഹത്തിന് വിരാമമിടുക. എല്ലാ മോഹങ്ങളും അവസാനിക്കും, എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കും. ഇന്നലെ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമയ്ക്ക് പോകുമ്പോ എന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റ് അൽഫ അബ്ദുൽ ഖാദർ ഹാജി സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അദ്ദേഹം എന്നോടൊരു സംഭവം പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു സംഘടനയുണ്ട്, മുസ്ലിം അസോസിയേഷൻ. അതിന്റെ ഒരു സെക്രട്ടറി ഉണ്ട്, റിട്ടയർഡ് IPS കാരനാണ്, മുഹമ്മദ് ഖാൻ സാഹിബ്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനാണ്, അതിന്റെ പ്രവർത്തകനാണ്. തലേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം അദ്ദേഹം ഈ അൽഫ അബ്ദുൽ ഖാദർ ഹാജിയുടെ വീട്ടിൽ വന്നത്രേ. ഭക്ഷണം വിളമ്പിയപ്പോ അന്ന് വെജിറ്റേറിയൻ എന്ത് വേണം? ഭക്ഷണം വേണം, വെജിറ്റേറിയൻ മതി. ഹാജി സാഹിബ് ചോദിച്ചു, എത്ര വെജിറ്റേറിയൻ മതിയോ? ഇൻഷാ അല്ലാഹ് നാളെ രാത്രി ഞാൻ വരും, നമുക്ക് നല്ല ചിക്കൻ കഴിക്കാം, ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞു. നാളെ എനിക്കൊരാഗ്രഹമുണ്ട്, നാളെ നിങ്ങളുടെ കൂടി കോടി വെച്ച് കറി വെച്ച് വെക്കണം. ഞാൻ നാളെ ഇറച്ചി തിന്നാൻ, മാംസം തിന്നാൻ വരും. അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചുപോയി. ഹാജി സാഹിബ് എന്നോട് പറഞ്ഞു, പാതിരാ സമയത്ത് രാത്രി 2:30 മണിയായപ്പോ ഫോൺ തുരുതുരാ ബെല്ലടിക്കാൻ തുടങ്ങി. ആരാണെന്നറിയാതെ എടുത്തു നോക്കുമ്പോ അങ്ങേ തലക്കൽ നിന്ന് വിളിച്ചു പറയുന്നു, റിട്ടയർഡ് IPS കാരന് മുഹമ്മദ് ഖാൻ സാഹിബ് കിടന്ന കിടപ്പിൽ മരിച്ചുപോയി. ചിന്തിക്കട കുട്ടിയെ, മൂട് മാറി ചിന്തിക്കട കുട്ടിയെ, ചിന്തിക്കട ചങ്ങാതി. നാളെ രാവിലെ, നാളെ വൈകുന്നേരം ഇറച്ചി മാംസം തിന്നാൻ വരാമെന്ന് പറഞ്ഞവൻ അന്ന് രാത്രി കിടന്നു. 2:30 മണിയായി. തൊട്ടടുത്ത് കിടന്ന ഭാര്യ ഒരു പിടയുന്നത് പോലെ. ഭാര്യ പറയുകയാണ്, കിടന്നു, ഒന്നും പ്രശ്നമില്ല, ഒരു ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല, ഒരു ഗുളികയാള് കഴിക്കുന്നില്ല. 2:30 മണിയായി. ഭാര്യ പറയുന്ന ഭർത്താവ് അടുത്ത് കിടന്നു പിടഞ്ഞതുപോലെ തോന്നി. ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ടു. തുറന്നു നോക്കുമ്പോ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടി കിടക്കുന്നുണ്ട്. ഓടിച്ചെന്ന് കൈ പിടിച്ചെഴുന്നേറ്റപ്പോ കൈ കുടഞ്ഞ് താഴേക്ക് വീണു. തൊട്ടടുത്ത് കിടന്ന ഭാര്യയോട് ഞാൻ പോകുന്നെന്ന് സലാം പോലും പറയാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി റിട്ടയർഡ് IPS കാരൻ പിറ്റേ ദിവസം മാംസം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞവന്റെ മാംസം ഇപ്പോഴും പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ മാംസം ഇപ്പോഴും പുഴുക്കൾ തിന്നുകയാണ്.
ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നത് സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാട്ടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്, സുഹൃത്തേ നിനക്കുള്ള നേത്രം 2. ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2. കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. നിന്റെ മാംസം പുഴു തിന്നുകയാണ്. നിന്റെ മോഹങ്ങളെവിടെ, നിന്റെ സ്വപ്നങ്ങളെവിടെ, നിന്റെ ആഗ്രഹങ്ങളെവിടെ, നിന്റെ അഭിലാഷങ്ങളെവിടെ, നിന്റെ വീടെവിടെ, നിന്റെ കൂടെവിടെ, നിന്റെ ഭാര്യ എവിടെ, നിന്റെ മക്കളെവിടെ? ഒന്നുമില്ലാതെ ഊഞ്ച ഊഞ്ച ബെങ്കിലോ നീ സമ്പാദിച്ചത് മണ്ണിന്റെ മുകളിൽ, നീയോ മണ്ണിന്റെ അടിയിൽ. നിനക്കതിൽ നിന്ന് പച്ചവെള്ളം കിട്ടുന്നില്ലല്ലോ മനുഷ്യ. അതിലേക്ക് പോയി കിടന്നു. ചിതരും പുഴുക്കളും ക്യൂ ഒന്നുമില്ല, ചിതരരിച്ച് കയറി. മോളെ 3 ദിവസം കഴിഞ്ഞ് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ നിന്റെ കബറടക്കിയിട്ട് കബറിന്റെ മൂടി അങ്ങ് പൊക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞാൽ ചെറുക്കനെ കണ്ണടച്ച് വീഴ്ത്തിയ നിന്റെ 2 കണ്ണുകൾ അഴുകിയിട്ടുണ്ട്. ആ 2 കാജാ കൺമശിയിട്ട് നീ കറുപ്പിച്ച കണ്ണിന്റെ സ്ഥാനത്ത് ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2. കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. 2 കണ്ണിരുന്ന സ്ഥാനത്ത് 2 ഗുഹകളാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. IPS കാരണം ആ മനുഷ്യന്റെ 2 കണ്ണും ഇപ്പോൾ ഒന്ന് ചിന്തിക്ക്. ഒരാൾ വാവ് കേൾക്കണമെങ്കിൽ കബീർ വാക്കബീർ എടുത്തു വരണ്ട, മുർഷാദ് വാക്കബീർ എടുത്തും വരണ്ട. മരണത്തെ കുറിച്ച് ചിന്തിച്ചു. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. ഇത് നാമീ പറഞ്ഞ പോകാൻ നേരത്തെ ഒരു സമ്മാനം തന്നു തരാം. അള്ളാഹു നന്നാക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? 2ാമത്തെ കാര്യം കൂടി സ്വർഗത്തിൽ പകരം കൊടുക്കണം. അള്ളാഹു സ്വർഗം നമുക്ക് എളുപ്പമാക്കി തരും. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ചെയ്യൂ. സ്വർഗത്തിന് പകരം 2ാമത്തെ കാര്യം പറഞ്ഞാൽ ഇൻഷാല്ലാഹ് ചെയ്യൂ. ഉറപ്പ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്നാ. നിന്റെ സമ്പത്ത് പടച്ചറപ്പിന് പകരം കൊടുക്കുക. നീ അധ്വാനിച്ചത്, നീ കഷ്ടപ്പെട്ടത്, ഗൾഫിൽ കിടന്ന് നീ പൊരിവയിലത്തുണ്ടാക്കിയതായിരിക്കാം, മത്സ്യക്കച്ചവടം ചെയ്ത് നീ നിന്റെ വീട്ടിലുണ്ടാക്കിയതായിരിക്കാം. പക്ഷേ അംവാലഹും നിന്റെ സമ്പത്തും പടച്ചറപ്പിന്റെ സ്വർഗത്തിന് പകരം കൊടുക്കുക. പറ്റോ? സ്വർഗത്തിന് പകരം നിന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് മസ്ജിദ് നബവിയുടെ മുറ്റത്ത്. ആയിഷ ബീവി ചോദിച്ചു, മാ ഹാദിഹി ലജ്ജാ, എന്താണ് ശബ്ദം കേട്ടത്? അടുത്ത് നിന്ന ആള് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ശാമിൽ പോയി കച്ചവടം ചെയ്തിട്ട് കിട്ടിയ ലാഭം കൊണ്ടുവന്ന് മസ്ജിദ് നബവിയുടെ മുറ്റത്ത് കൊണ്ടുപോയി ദീനാറുകളും ദിർഹമുകളും കൂട്ടിമാറി ഇട്ടതിന്റെ ശബ്ദമാണ് കേട്ടതെന്ന് അടുത്ത് നിന്ന ആള് പറഞ്ഞു. അത്രേ ഒരു വലിയ ശബ്ദം കേട്ടു, ടിപ്പറിലും കല്ല് മറിക്കുന്നത് മാതിരി. ചോദിച്ചു, മഹാദിഹി ലജ്ജ, എന്താ ഒരു ശബ്ദം കേട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ത് ചോദിച്ചു? മഹാദിഹി ലജ്ജ, എന്താ ഒരു ശബ്ദം കേൾക്കുക? ആ സമയത്ത് അടുത്ത നാളെ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ശാമിൽ കച്ചവടത്തിന് പോയിട്ട് ആ കച്ചവടത്തിന് കിട്ടിയ ലാഭം കൊണ്ടുവന്ന് സ്വർണ്ണ നാണയം പള്ളിയുടെ മുറ്റത്ത് കൂട്ടിയിട്ടതാ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്രേ, വെറുതെ അല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ഒന്നും പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല. ആരോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പേടിച്ചോടി ആയിഷ ബീവിയുടെ അടുക്കൽ വന്നു, ഹബീബായ നബി തങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത്?
അത് പറയാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഒരു ദിവസം റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനും എന്റെ സഹാബത്തും സ്വർഗത്തിലെത്തി. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ മാത്രം കാണുന്നില്ല. എന്താണ് നോക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹിസാബിലാണ്. അല്ലാഹു വിചാരണ പറയുകയാണ്. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കയിലെ കോടീശ്വരനാ, ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമ്പത്തിന്റെ മുഴുവനും കണക്ക് കൊടുക്കാതെ റബ്ബ് സ്വർഗത്തിലേക്ക് വിടുന്ന പ്രശ്നമില്ല. പൊന്നുമോനെ, സമ്പത്ത് കൂടുതലുള്ളവർ അതിന് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. ഹിസാബ് പറഞ്ഞിട്ട് സമ്പത്തിന്റെ കണക്ക് തന്നില്ല, പിന്നെ ഇരുന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും എത്തിയിട്ട് ഏറ്റവും താമസിച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെത്തിയത്. ഇത് കേട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകാൻ എന്നെ പിടിച്ചു നിർത്തുന്ന സമ്പത്ത് എനിക്ക് വേണ്ട. എന്റെ വീടും എന്റെ തോട്ടവും മുഴുവനും ഞാൻ ഇതാ ഇവിടെ വെച്ച് സദഖ ചെയ്തിരിക്കുന്നെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സമ്പത്തുള്ളവന് ഹിസാബ് കൂടുതലാണ്. അതുകൊണ്ടാണ് സമ്പത്തുള്ളവന് കൂടുതൽ സദഖ ചെയ്യണമെന്ന് പറയുക. കാരണം പാവപ്പെട്ടവനെത്തി 500 വർഷം കഴിഞ്ഞിട്ട് സമ്പന്നൻ സ്വർഗത്തിലെത്തുകയുള്ളൂ എന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സമ്മാനം പറയുന്നതിന് മുമ്പ് ഇത് പെരുമ്പടപ്പ് മുത്തമ്പള്ളി ബഹുമാനായ ആയിരക്കണക്കിന് കറാമത്തിന്റെ ഉടമസ്ഥൻ ജീവിക്കുന്ന ഈ മക്ബറയുടെ മുമ്പിൽ ഇതുപോലൊരു പ്രസംഗം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ വെച്ച് 8 പെൺകുട്ടികളുടെ പാവപ്പെട്ട അനാഥകളായ യതീമീങ്ങളായ 8 പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തുകയാ. ഈ കമ്മിറ്റി അല്ലാഹു സ്വീകരിക്കട്ടെ. മക്ബറകളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവനും ആർഭാടത്തിന് വേണ്ടി ലോകത്ത് ചെലവഴിക്കുമ്പോ ഈ മക്ബറയിൽ നിന്ന് കിട്ടിയ വരുമാനം പലിശരഹിതതയ്ക്കു വേണ്ടി ഈ 8 സമൂഹ വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈ ഭാരവാഹികൾ അല്ലാഹുവേ, അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പ്രതിഫലം കൊടുക്കട്ടെ. നാളെ ഈ സദസ്സിൽ ഈ ബഹുമാനപ്പെട്ട മക്കാമിന്റെ മുമ്പ് 10,000ങ്ങളുടെ രോഗം ശിഫയാക്കപ്പെട്ട 10,000ങ്ങളുടെ പ്രയാസങ്ങൾ മാറിയ ഈ സദസ്സിൽ വെച്ച് 8 പെൺകുട്ടികളുടെ വിവാഹം നടക്കും. ഒരു പെൺകുട്ടിക്ക് 10 പവന്റെ സ്വർണമാണ് നൽകുക. ഇൻഷാ അല്ലാഹ് ഉസ്താദേ, 10 പവന്റെ സ്വർണം ഒരു പാവപ്പെട്ട അനാഥയായ യതീമായ പെൺകുട്ടിക്ക് ഒരു 10 പവന്റെ സ്വർണം ഇൻഷാ അല്ലാഹ് എന്റെ വകയായിട്ട് കൊടുക്കാമെന്ന് പറയാൻ ഈ സദസ്സിൽ അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇത് നമുക്ക് സ്വന്തം കഴിയണമെന്നില്ല. ഈ മക്കാമിന്റെ മുമ്പിൽ മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ നീ അത് സഫലീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആരെങ്കിലും ഒരാൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിക്കുമ്പോ ഒരു സഹാബി പറയും, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാം നബിയെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഞാൻ ബാക്കി കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കൂ. ഈ സദസ്സിൽ ആരെങ്കിലും ഒരാൾക്ക് ഒന്ന് കൈവന്നിട്ടാതെ അതിന് റസൂലുള്ളാഹി വഫാത്തിന്റെ വേളയിലാണ് ഭാര്യമാരെ മുഴുവൻ ചാരപ്പിരിക്കുന്നുണ്ട്. അവര് മുഴുവൻ വരുന്ന പൊട്ടിക്കരഞ്ഞ് ഹബീബായ നബി പോവുകയാ. ആ സമയത്തൊരു ഭാര്യ ചോദിച്ചു, എത്രയാ റസൂലല്ലാഹ്, അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യം അങ്ങയുടെ അടുക്കലേക്ക് വരുന്നതാരാണ് നബിയേ? നബിയെ, അങ്ങ് മരിച്ചാൽ അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യം അങ്ങയുടെ അടുക്കലേക്ക് വരുന്നതാരാണ് നബിയെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ എന്നല്ല, സൗദ എന്നല്ല, ഭാര്യമാരെ നീണ്ട കൈയുള്ളവളാണോ അവളാണ് എന്റെ അടുക്കലേക്ക് ആദ്യ സ്വർഗത്തിലേക്ക് വരിക. നീണ്ട കൈയുള്ളവളാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനുശേഷം ആയിഷ റളിയല്ലാഹു തആല അടക്കമുള്ള ഭാര്യമാർ അവരുടെ കൈയിന്റെ നീളമളക്കാൻ തുടങ്ങി. എന്തെന്നറിയോ? കയ്യിന് നീളമുള്ളവൾ ആരാ
ആരാണെന്നറിയണം. പക്ഷേ ആരാണ് മരിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നീണ്ട കൈയുള്ളവളെന്ന് പറഞ്ഞാൽ കൈക്ക് നീളമുള്ളവളല്ല. സദക്ക കൊടുക്കുമ്പോഴാണ് കൈക്ക് നീളമുണ്ടാവുക. സദക്ക കൊടുക്കുമ്പോഴാണ് കൈക്ക് നീളമുണ്ടാവുക. ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്നവൾ ആരോ അവളാണ് എന്റെ അടുക്കലേക്ക് ആദ്യം വരിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യം വിട പറഞ്ഞു ബീബി സൈനബ റളിയല്ലാഹു അൻഹാ. സൈനബ റളിയല്ലാഹു അൻഹാ ആര് വന്ന് ചോദിച്ചാൽ കയ്യിൽ കിടക്കുന്ന മോതിരം മൂലം സൈനബ്, കയ്യിൽ കിടക്കുന്ന വളയൂരം സൈനബ് റളിയല്ലാഹു അൻഹാ. ആ സൈനബാണ് ഹബീബായ നബിയുടെ ചാരത്തേക്ക് ആദ്യമായി കടന്നു ചെന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയിരക്കണക്കിന് സഹോദരിമാരിൽ ഒരാൾ ഈ ബഹുമാനപ്പെട്ട മക്കാമിന്റെ മുമ്പ് എന്റെ മക്കൾ നല്ലവരാകണം, എന്റെ മക്കൾ നന്മയിലേക്ക് നടക്കണം, അതിനുവേണ്ടി ഒരു സ്വർണ്ണാഭരണം, ഒരേ ഒരു സ്വർണ്ണാഭരണം അല്ലാഹുവേ, അല്ലാഹുവേ അതിന് പകരം നാളെ സ്വർഗത്തിലെ സ്വർണ്ണാഭരണം അണിഞ്ഞു നടക്കാൻ പൊന്നുമക്കളെ സാലിഹീങ്ങളാവാൻ നാളെ മരിച്ചിട്ട് മരന്ന് കിടക്കുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു പൊന്നുമോനെ കിട്ടാൻ 6666 ആയത്തുകളെ കാണാൻ പഠിച്ച ഒരു ഹാഫിളായ മകനെ കിട്ടാൻ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറയാൻ 23 വർഷം കുട്ടികളില്ലാതെ സർവ്വ ഡോക്ടർമാരെ തള്ളിയത് പോലും ഈ സലാത്തിന്റെ സദസ്സ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സദസ്സ് സലാത്തിലേക്ക് കിടക്കുകയാണ്. ആണുങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. 10 സലാത്ത് നടക്കുകയാണ്. ഇതിനാണ് 23 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ അല്ലാഹു നൽകി അനുഗ്രഹിച്ചത്. അല്ലാഹു നൽകി അനുഗ്രഹിച്ചത്. വേങ്ങരയിൽ നിന്ന് വന്ന ഉസ്മാൻ എന്ന സഹോദരൻ 1 പവൻ സ്വർണ്ണാഭരണ സംഭാവന റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഉസ്മാൻ സാഹിബ് ഏത് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അതിനെ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. പടച്ചവനെ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദ്യം സ്വർണ്ണാഭരണം തരിക സഹോദരിമാരെ. അല്ലാഹു കബൂലാക്കട്ടെ. 1 പവൻ 2 പവൻ 3 പവൻ എത്രയാണോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും പോകാതെ. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നോളും കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി കണ്ടിട്ട് അങ്ങനെ പോകാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد وعلى آل أهل البيت سلم. അല്ലാഹുവേ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹമാണ് ഈ സ്വർണ്ണവള. പറയേണ്ട താമസം ഈ പെരുമ്പടപ്പ് മക്കാവിന്റെ മുമ്പ് അല്ലാഹുവേ സ്വർണ്ണവള ഊരി തന്ന സഹോദരി അവരുടെ മകനൊരു കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. അല്ലാഹുവേ സ്വന്തം മകളുടെ സാരികായ സന്താനമുണ്ടാവാൻ ഈ സ്വർണ്ണവള ഊരി തന്ന ഉമ്മ ആ പൊന്നുമോനൊരു കുഞ്ഞുമോനെ താലോലിക്കാൻ ഈ സദസ്സിനെ നീ കാരണമാക്കണേ അല്ലാഹ്, കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ പടച്ചവനെ അല്ലാഹുവേ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ആ മക്കളുണ്ടാവാൻ ഏതാണോ തടസ്സം ആ തടസ്സത്തെ നീ മാറ്റി തരണേ തമ്പുരാനെ, മാറ്റി തരണേ തമ്പുരാനെ. ഉമ്മാക്കാ മക്കളെ നീ ഊർന്നുമടിയാക്കി കൊടുക്കണേ അല്ലാഹ്, സാലിഹീങ്ങളായ മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ കൊളയത് കയ്യിൽ കിടന്നോ അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന ലോകത്തിൽ നിന്ന് റബ്ബേ നീ കാക്കണേ അല്ലാഹ്. ഒരു കമ്മൽ എന്ന സഹോദരിയുണ്ട്. റബ്ബേ ആഗ്രഹമാണോ സബലീകരിക്കണേ തമ്പുരാനെ.
ഒരു സഹോദരൻ വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള ഇരുന്നോ കുഴപ്പമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ കരയാ. ഹബീബായ നബി ഒരു സഹോദരന്റെ സുഹൃത്തുക്കൾ ഗസാലിയുടെ കൂട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വിവാഹം. അത് നടന്നാൽ 1 പവൻ സ്വർണം ഇൻഷാ അല്ലാഹ്. ഒരു തക്ബീർ. എല്ലാവരും ഇരിക്കണം. ഇപ്പൊ ദുആ ചെയ്ത് വരിക. ഒരാൾ പോവല്ലേ. അത് തീർന്നു വിചാരിക്കില്ല. എന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവേ, ആ കല്യാണത്തിന്റെ തടസ്സം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിക്ക് സഹോദരന്റെ ഇഖ്ലാസോടെയുള്ള സദഖ റബ്ബേ, ഒരു സാലിഹായ വരനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് നീ ആ സഹോദരി ഉമ്മയുടെ 4-ാം മാസത്തിന് ഗർഭാശയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെവിടെയാണെങ്കിലും തടസ്സം മാറ്റി നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനേ. കല്യാണം കഴിഞ്ഞ് 4 വർഷം കുട്ടികളില്ല. കുട്ടികളുണ്ടാകും സ്വർണ്ണം മതി. അല്ലാഹുവേ, ഒരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹുവേ. ഒരു പൊന്നു മോനെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആ സഹോദരിയെ ഉമ്മ എന്ന് വിളിക്കാൻ ഒരു നല്ല മോനെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനേ. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി 2 പ്രശ്നമാണ്. സംഘാടകർക്ക് പൈസ വേണം, കേൾക്കാൻ വരുന്നവർക്ക് വാദം വേണം. ഇത് 2 ഒട്ടി നടക്കുകയാണ്. ആളുകൾ പറയും പിരിമോസ്തായി പിരിക്കാതെ പിന്നെ നേടാൻ കുട്ടികളൊക്കെ നടക്കുക. പിരിച്ചിട്ട് വാക്കവിക്ക് വെട്ടിക്കൊണ്ട് പിരിക്കണ വാക്കവി വെട്ടിക്കൊണ്ട് ഭയങ്കര പിരിമാണ്. എങ്ങനെ പോയിട്ട് കാര്യമില്ലേ. പിരിച്ചിട്ട് വാക്കവി എല്ലാം മാറ്റുണ്ടാക്കി കൊടുത്താൽ പിരിച്ചിട്ട് വാക്കവിമാര് മുഴുവനും യത്തീമിങ്ങളുടെ കല്യാണം നടത്താനും മദ്രസ ഉണ്ടാക്കാനും പിരിവില്ല. നമ്മുടെ വെട്ടിക്കൊണ്ടാകാനല്ല. കമ്മീഷനും ഇല്ല. ചില ആളുകൾ 3% കമ്മീഷനാണ്. അത് കിട്ടിയത് എപ്പോഴും കിട്ടിയിരുന്നത്. പറച്ചിലല്ലാതെ ഒന്നും കിട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നാം എല്ലാവരെയും ഉമ്മ പറയും നായുടെ ജോലി ഏറുകൊള്ളും വേണം, രാത്രി അവനെ കാക്കാനിപ്പം വേണമെന്നോ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നബിയെ, ഞാൻ കരയുന്നത് നരകത്തെ ഒത്തിട്ടാണ് നബിയെ ഞാൻ കരയുന്നത്. നബിയെ, നാളെ പരലോകത്ത് വരുമ്പോ അങ്ങനെ സഹായിക്കുമോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ആയിഷ, പരലോകത്ത് നിന്നെ സഹായിക്കാൻ എനിക്ക് പോലും കഴിയില്ല ആയിഷ. നബിയെ, ആരെ സഹായിക്കാനില്ല ആഖിറത്തിൽ രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞതാ നബിയെ? ആരും എന്നെ സഹായിക്കൂല. എന്റെ ഭാര്യ എന്നെ സഹായിക്കൂല, എന്റെ മക്കൾ എന്നെ സഹായിക്കൂല, ഇബ്രാഹിം എന്നെ സഹായിക്കൂല. പരലോകത്ത് ദുനിയാവി സഹായിക്കും. ആഖിറത്തിൽ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റില്ല. പക്ഷേ ആഖിറത്തിൽ ആര് സഹായിക്കാത്ത സമയത്ത് സഹായം കിട്ടുന്ന ഒരു സാധനം പറഞ്ഞാൽ ഇന്നൊരു ചെയ്യോ ദുനിയാവിൽ തന്നെ ആഖിറത്തിൽ ഇന്നൊരു ചെയ്യോ അള്ളാഹുവിനാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, ആയിഷ, ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ ചെയ്തിട്ടേ നീ കിടക്കാവൂ ആയിഷ. ഉറങ്ങുന്നതിന് മുമ്പ് 4 കാര്യം ചെയ്യൂല്ലോ. കൈവക്ക് 4 കാര്യം. ഒന്നാമത്, ആയിഷ, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിന് മുമ്പിൽ പോയാൽ ആദ്യം നീ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഖത്മോത് തീർത്തിട്ടേ കിടന്നുറങ്ങാവൂ ആയിഷ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ കിടക്കക്കാർ ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ഖത്ത് ഓതിട്ട് ഉറങ്ങും. ഒന്ന് ദൈവം ചുമ്മാ ആട്ടരുത്. ഉറങ്ങണേൽ ഉറക്കം ചെല്ലുമ്പോ ഒരു ഖത്ത് ഓതി തീർക്കണം. ഉറപ്പുള്ളവർ കഴിയും. ഉറപ്പുള്ളവർ 1 2 3 2 ഉറങ്ങാനേ പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ പ്രവാചകരും നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ടേ കിടന്നുറങ്ങാവൂ. മുഴുവൻ പ്രവാചകന്മാരും നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ട് കിടന്നുറങ്ങാവൂ. പറ്റുമോ മോനെ? ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നാളെ പരലോകത്ത് ഒരുമിച്ച് നിന്നിട്ട് ഇവനെ സ്വർഗത്തിലേക്ക് വിട്ടേക്കണേ അല്ലാഹുവേ എന്ന് മുഴുവൻ മുഅ്മിനീങ്ങളും നിനക്ക് വേണ്ടി പറയുമെന്ന് ഉറപ്പാക്കിയിട്ടേ അന്നത്തെ ദിവസം കിടക്കാവൂ ആയിഷ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും കൂടെ വന്നിട്ട് പടച്ചോനെ ഹിബീർ മുസ്ലിയാരെ സ്വർഗത്തിലേക്ക് വിട്ടേക്കാൻ എല്ലാവരും കൂടെ പറയുമോ? ദുനിയാവിൽ പറയുന്നില്ല. എന്നെ കൊല്ലാൻ നടക്കുന്ന എത്ര ആളുകളുണ്ട്. ഇവന്റെ നാക്കൊന്ന് തളർന്നിരുന്നു നിങ്ങൾ പടച്ചോനെ രക്ഷപ്പെട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും എന്ത് ചെയ്യണം? നമ്മളെ ഇവനെ സ്വർഗത്തിൽ തരാം. എന്താ ഡയലോഗ് കാലം പറയുക?
എന്റെ അയൽവക്കം കാര്യം പറയുമോ ഇവിടെ സ്വർഗത്തിൽ വിട്ടേക്ക. 4 ആയിഷ ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തിട്ട് അന്നത്തെ രാത്രി കിടന്നുറങ്ങാവൂ ആയിഷ. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്യണം. ഇങ്ങനെ പോകാൻ നേരത്തെ ഒരു ടിപ്പ് തന്നു വിടും. ആവശ്യമുള്ളവർ ചെയ്ത് ഞാൻ രക്ഷപ്പെടുന്നില്ല. 4 കാര്യം പറ്റുമോ നബി? ആകെ വർഷത്തിലൊരു ഹജ്ജേ ഉള്ളൂ. എല്ലാ ദിവസവും എങ്ങനെ ഹജ്ജ് ചെയ്യും നബി? ഭർത്താവ് നിസ്കരിക്കാൻ പോയി, ഭാര്യ നിസ്കരിച്ചിട്ട് മുസല്ലയിൽ ഇരുന്നിട്ട് നരകോർത്തിട്ട് കരയും. അങ്ങനെ ഒരു വീട് ലോകം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വീട് എന്നിട്ട് പറയാ ആശ്രമത്തിൽ രക്ഷപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്ത് ചെയ്യണം? ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതണം. പറ്റുമോ? ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ ഒതുവെടുത്തിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണം. ഒരു ഖത്തം ഒരു തീർത്ത പ്രതിഫലമാണ് ആയിഷ. 3 ഇഖ്ലാസ് ഒരു ഖത്തം ഒരു പ്രതിഫലം. ഖുൽ ഹുവല്ലാഹു അഹദ് അത് പറഞ്ഞോളൂ. ഓതറ കുട്ടിയെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇഖ്ലാസ് ഓതാൻ അറിഞ്ഞൂടാ, അറബി അറിഞ്ഞൂടാ, നിക്കാഹിന്റെ സീഗ പറയാൻ അറിഞ്ഞൂടാ. പാപ്പാടെ കൈ പിടിച്ചിട്ട് ഉസ്താദ് പറയും പറയടാ ഉസഫിദുക. അപ്പൊ അംഗവത്ത് പഞ്ചായത്തൊക്കെ വൈകുന്നേരം പിന്നെ അങ്ങനെ പാപ്പാക്കും അറിഞ്ഞൂടാ അറബി ഭാഷ. പുതിയാപ്പിളയുടെ കൈ പിടിച്ചിട്ട് അവരെയും കബിൽച്ചു ഡബിൾച്ചു. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഓതാൻ കുറേ നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇങ്ങനെ ഈ യൂറോപ്പിനെ കണ്ട് വളരാൻ. 1 സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം. 2 ആയിഷ എന്റെ പേരിൽ നീ 10 സലാത്ത് ചൊല്ലണം. എന്നാൽ ലോകത്തുള്ള മുഴുവൻ പ്രവാചകരും പരലോകത്തിൽ നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും ആയിഷ. 3 അതിനുശേഷം നീ പറയണം അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടി നീ ദുആ ചെയ്യണം. എന്നാൽ നാളെ പരലോകത്ത് അവർ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യും ആയിഷ. 1 ഇഖ്ലാസ്, 2 സലാത്ത്, 3 അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അത് അറിയില്ലെങ്കിൽ അല്ലാഹുവേ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് മലയാളത്തിൽ പറഞ്ഞു. 4 ഒരു ഹജ്ജ് ഉംറ ചെയ്യണം. 4 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന് ദിക്ർ 33 പ്രാവശ്യം പറയണം. എന്നിട്ട് നീ കടന്നുറങ്ങണം. നീ രക്ഷപ്പെടും ആയിഷ. ഇന്നു മുതൽ ഇപ്പൊ വീട്ടിൽ പോയി കിടക്കുന്നത് മുതൽ ഈ 4 കാര്യം ചെയ്യണം. ഏതുവരെ? റൂഹ് പിരിയുന്നത് വരെ. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നതൊക്കെ കൈവക്ക്. ഇപ്പൊ നോക്കി പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ കബീർ മുസ്ലിയാർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. പാവപ്പെട്ടവന് ആരോഗ്യമില്ല, ആരുമില്ല, ഒന്നുമില്ല. എല്ലാവരും നിങ്ങളുടെ ദുആയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ 6666 രൂപ മുഹമ്മദ് മുസ്തഫയൊക്കെ സമൂഹ വിഭാഗത്തിലെ അനാഥ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വർണ്ണം നേർച്ചയാക്കി ഓഫീസിൽ ലഭിച്ചിരുന്ന കച്ചവടത്തിൽ വർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു ആക്കി തരട്ടെ. അതോടൊപ്പം തന്നെ 1 വയസ്സ് പ്രായമായ കുട്ടിക്ക് ഡയഫ്രത്തിന് കാലമായിട്ട് നമ്മുടെ കുടലുകളും ആമാശയും ശ്വാസകോശത്തിലേക്ക് കയറി ശ്വാസകാലം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുആ ചെയ്യാൻ കുറെ നാളുകളായി ഗൾഫിൽ പോയിരിക്കുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ധാരാളം ആളുകൾ. എന്താ മോനെ ഒരു സഹോദരി